ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവരുടെയും കമൻസുകളും സ്നേഹവാക്കുകളും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേന്ന് ഒരിക്കൽ നമ്പൂതിരി മകൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി മകൻ കമൻസ് ഇട്ടതാണ്. അന്നോട്ട് ഞാനിത് രാമായണം വായിക്കുമ്പോൾ പറയുന്നത്. എനിക്ക് കഴിഞ്ഞ വർഷം ഇത് ഇട്ടപ്പോൾ എനിക്കതൊന്നും ഞാൻ ആദ്യമായിട്ടാണല്ലോ, അതിനുമുമ്പ് ഞാൻ വായിച്ചിട്ടില്ല. അങ്ങനെ ഇത് ഇട്ടപ്പോൾ അന്നോട്ടാണ് എനിക്ക് പിന്നെ രാമായണം വായിച്ച് എനിക്ക് ഓർമ്മ വന്നത്. ആദ്യം രാമായ രാമഭദ്രായ എന്നൊക്കെ പിന്നെ എങ്ങനെയൊക്കെയോ ശരിക്കും ആണ് ഞാനിത് എഴുതി വെച്ചിട്ടില്ലായിരുന്നു, പിന്നെ മറന്നുപോയി. ഇപ്പോഴും നമ്പൂതിരി മകൻ ഇപ്പോഴും നല്ല ഒരു കമൻസ് ഇട്ടിട്ടുണ്ട്, ഹനുമാനെ പറ്റി വർണ്ണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നല്ല നല്ല കമൻസുകൾ എല്ലാ മക്കളും. നമ്മുടെ സൗണ്ട് നന്നായിരുന്നാൽ മതിയെന്നും സൗണ്ടൊക്കെ അടച്ചിരിക്കുക മക്കളെ. എല്ലാവർക്കും എന്തോ ചെയ്യും, അതിന് രാമായണ മാസം കഴിയുമ്പോൾ അങ്ങ് മാറും എന്നാൽ എൻ്റെ വിശ്വാസം. ഇങ്ങനെയൊക്കെ മതി, എന്നാലും മുടങ്ങാതെ ഇടട്ടെ. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. അധ്യാത്മരാമായണം കിളിപ്പാട്ട് സുന്ദരകാന്ഡമാണ് നമുക്ക് വായിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണി. ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. സീത ഹനുമൽ സംവാദം. ഇത് വായിച്ച ശീലത്തോണ്ട് ചിലപ്പം തെറ്റും മക്കളെ. അത്രയ്ക്ക് അത്ര ശ്രദ്ധിച്ചെങ്കിലേ ഇത് വലിയ പാടാണ് നമുക്ക്. ഇന്ന് 21-ാം ദിവസമാണല്ലോ. സീത ഹനുമൽ സംവാദം. ഹനുമാൻ രഹസ്യമായിട്ട് ആ വൃക്ഷത്തിൻ്റെ ഇലയിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് എന്നിട്ട് പതുക്കെ പതുക്കെ സീതയുടെ പരിചയമുള്ള വാക്കുകളൊക്കെ ആദ്യം ഇങ്ങനെ പറയുമ്പോൾ എവിടുന്ന സൗണ്ട് വരുന്നേ, അത് ഹനുമാന് പിന്നെ പുഷ്പങ്ങളുടെ മണമെല്ലാം കൂടെ കാറ്റും കൂടെ അടിച്ച് സീതയുടെ അടുക്കലേക്ക് ഇങ്ങനെ തടഞ്ഞ് കൊണ്ടുപോയതാണ് നമ്മൾ കഴിഞ്ഞ നേരം വായിച്ചത്. അങ്ങനെ മരത്തിന് മുകളിൽ ഇങ്ങനെ കയറി ഇരിപ്പുണ്ട്. ഈ സീത ദുഃഖിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ ശാഖയിൽ വന്ന് നിന്നുകൊണ്ട് ശിംശഭ ആ വൃക്ഷത്തിൻ്റെ ശാഖ താഴേക്കുണ്ട്. അവിടെ പതുക്കെ വന്നിരുന്നു കൊണ്ട് പെതുക്കെ എന്തൊക്കെയോ, അതായത് ദശരഥ മഹാരാജന് 4 മക്കളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇത് എനിക്ക് പരിചയമുള്ള വാക്കുകളാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയമൊന്നും ഇല്ലാതെ മനസ്സിലാക്കി പതുക്കെ വരും. പക്ഷേ ഇത് അർത്ഥമൊക്കെ നമുക്ക് ഇന്നൊരു ദിവസം ഈ കുറേശ്ശെ വായിച്ച അർത്ഥമാണ്. ഇതിപ്പോൾ ഇത്രയും വായിച്ച് തീർക്കേണ്ടതേ ഇല്ലയോ, ഇത്ര സമയത്ത് അത് വായിക്കേണ്ട. അതുകൊണ്ട് അതുപോലെ സൗണ്ട് വയ്യ. ഞാനിതിൻ്റെ അർത്ഥം പിന്നെ ഒരു ദിവസം ഇതിൻ്റെ മാറ്റി ഇടാം കുറേശ്ശെ. ഇത് നമുക്കിപ്പം വായിച്ചു പോകാം. ഉഷസി നിശിചരികൾ ഇവർ ഉടല് മമ ഭക്ഷിക്കും. ഈ രാക്ഷസർ എൻ്റെ ഉടല് ഭക്ഷിക്കുമല്ലോ. ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിന് ഒരു കഴിവ് കണ്ടില്ല. മാനവവീരനും എന്നെ മറന്നിതു. എന്നെ എല്ലാവരും മറന്നു. മാനവവീരൻ ശ്രീരാമനും മറന്നിതു. കളവനിഹ വിരവിനോടു ജീവനും അദ്യ ഞാൻ
കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. ശ്രീരാമനും കരുണയില്ലല്ലോ. മനസ്സി മുഹുരിവ പലതുമോർത്ത് സന്താപേന മന്ദമന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ. അങ്ങനെ എഴുന്നേറ്റ് ദുഃഖിച്ചു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു സീത. തര ഹൃദയമോട് ഭർത്താരം ഓർത്തോർത്ത്, ശ്രീരാമനെ ഓർത്തോർത്ത് താണു കിടന്നൊരു ശിംശപാശാഖയും, ഒരു ശാഖ മരത്തിൻ്റെ താഴേക്ക് കിടന്നു. സഭയ പരവശ തരള ആലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. അങ്ങനെ കണ്ണുനീരൊക്കെ വാർത്ത് കരയുന്നു. പവനസുതനിവ പലവും ആലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആളിനെ കാണിക്കാതെ ഹനുമാൻ. ജഗദമല നയന രവി ഗോത്രേ ദശരഥൻ, ജഗദമല നയന രവിഗോത്രേ ദശരഥൻ ജാതനായാൻ അവൻ തന്നുടെ പുത്രരായി. അതായത് രവിഗോത്രത്തിൽ മാർത്താണ്ഡ കുലത്തിൽ ദശരഥ മഹാരാജന് ജാതനായാനുടൻ തന്നുടെ പുത്രരായി. അവരൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ആദ്യമേ അതൊക്കെയാണ് പറയുന്നത്. ഹനുമാൻ പതുക്കെ പറയുവാണ്. അതുകൊണ്ട് അങ്ങനെ ജഗദാമല നയന രവി ഗോത്ര ദശരഥൻ ഗോത്രേ ദശരഥൻ ജാതനായാൻ അവൻ തന്നുടെ പുത്രരായി രതി രമണ തുല്യരായി 4 പേരുണ്ടിതു. രാമ ഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനിശരകുല നിധനഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിടിനാൻ. ഇങ്ങനെ ഈ രജനിശരകുല നിധന, അതായത് ഈ രാക്ഷസവംശത്തിന് അന്തകനായിട്ട് രാമൻ ഇങ്ങനെ കാട്ടിൽ വാഴുന്നു. ഇതൊക്കെ സീത കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പതുക്കെ പറയുക. ജനക നൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ കപടയതി വേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും. വിപിന ഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവന് നൽകിയ മാല്യവൽ പർവ്വത പാർശ്വേ നടക്കും വിധോ തഥാ. ഒരു സീതയെ തിരക്കുന്നിടം ജടായുവിനെ കണ്ടു. ജടായുവിന് മോഷണം കൊടുത്തിട്ട് പിന്നും പർവ്വത പാർശ്വേ നടക്കുക സീത തിരക്കി. അതൊക്കെ പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ സീതയ്ക്ക് ഓർമ്മ വരാൻ വേണ്ടി. അതുമല്ല സീത അറിയാത്ത കാര്യം ജടായു പറഞ്ഞായിരുന്നു സീതയ്ക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ പതുക്കെ ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കണം അതിന്. എന്നിട്ട് ഇവർ രണ്ടുപേരും പർവ്വത പാർശ്വയെ നടക്കും വിധോ തഥാ തരണി സുതനോട് സപതി സൗഖ്യവും ചെയ്തു. അതായത് തരണി സുതനോട് സുഗ്രീവനോട് സഖ്യം ചെയ്യുന്നത് ആരെയാണ്? തരണി സുതനോട് സപതി സഖ്യവും ചെയ്തിതു. സത്വരം കൊന്നിതു ശക്രസുതനെയും, ബാലിയെ കൊന്നു. തരണി തനയനും അഥ കവീന്ദ്രനായി വന്നിതു. തൽ പ്രത്യുപകാരമാശു സുഗ്രീവനും. കവിവരരെ വിരവിനോട് 4 ദിക്കെങ്കിലും കണ്ടുവരുവാനയച്ചോരനന്തരം. സീതയെ തിരക്കാൻ വേണ്ടി 4 ദിശയിലേക്ക് ആളിനെ വിട്ടു. പുനരവരിൽ ഒരുവനഹം അത്ര വന്നിടിനേൻ. ഇങ്ങനത്തെ കവികളെ 4 ദിശയിലേക്ക് വിട്ടപ്പോൾ അതിൽ ഒരുവനാണ് ഇവിടേക്ക് വന്നത്. ഹനുമാൻ വന്നതിനെ പറ്റിയല്ല പറയുന്നത്. അതിലൊരുവൻ ഇവിടേക്ക് വന്നു. ഹനുമാൻ അത് പറയുമ്പോൾ മനസ്സിലാക്കണം, എല്ലായിടും കവികളെ വിട്ടു, അതിലൊരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട് സീത എടുക്കൽ. അത് പുനരവരിൽ ഒരുവനഹം അത്ര വന്നിടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ, പുണ്യവാനായ സമ്പാദിയുടെ വാക്കനുസരിച്ചാണ്. ജലനിധിയും ഒരു ശതക യോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടി കടന്നിടിനേൻ. ഇങ്ങനെ ചാടി കടന്ന് ഈ ഹനുമാൻ. രജനീശ്വര പുരിയിൽ മുഴുവൻ തിരഞ്ഞീനഹം. ഞാൻ എല്ലായിടവും, അതായത് ഈ ഒരുത്തം വന്നവൻ എല്ലായിടവും തിരഞ്ഞു. രാത്രിയിലത്ര താതാ അനുഗ്രഹവശാൽ തരു നികരവര അരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയെയും മുതാ കനിവിനോട് കണ്ടു കൃതാർത്ഥനായേ നഹം. ഇപ്പോൾ ഞാൻ കണ്ടു നിൽക്കുന്നു, ഞാൻ കൃതാർത്ഥനായി, ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്നു. തന്മൂലദേശേ ഭവതിയെയും മുതാ കനിവിനോട് കണ്ടു കൃതാർത്ഥനായേ നഹം. ഞാനങ്ങനെ ഹനുമാൻ തന്നെ പറഞ്ഞു, എനിക്ക് സന്തോഷമായി, ഞാൻ കൃതാർത്ഥനായി ധന്യനായി സീതയെ കണ്ടതുകൊണ്ട്. അടുത്ത് വന്നു കാമലാഫാൽ അതോ ഒരു ദീർഘ കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവത് അനുചരരിൽ അഹം അഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവക കുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ. പിന്നെ ഇളകാതിരുന്നാൻ അരക്ഷണം, കുറച്ചു സമയം അനങ്ങാതിരുന്നു.
കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിത് ആകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ. അപ്പൊ സീത വിചാരിക്കുന്നത് പവനനെങ്ങാണോന്ന് ഈ പറയുന്ന ആളിനെ കാണുന്നില്ലല്ലോ. കാറ്റാ, ഇവിടെ കാറ്റിങ്ങനെ പറന്ന് വന്നപ്പോൾ പതുക്കെ ഇതൊക്കെ സംസാരിക്കുമായിരിക്കും. ഇങ്ങനെയല്ല, സീത അറിയുന്നില്ലല്ലോ. പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ, പാപിയാം എന്നോട് മാനസഭ്രാന്തിയോ. അതോ ഇനി എൻ്റെ ഭ്രാന്താണോ? അതൊക്കെ എവിടെ നിന്ന് കേൾക്കുന്നു? ആരിത് പറയുന്നു? കാറ്റ് പറഞ്ഞു തരുവാണോ? കാറ്റ് വീശി ഇങ്ങനെ എനിക്കത് ഇത്രയോ പറഞ്ഞു തരുവാണോ? അതോ എൻ്റെ മനസ്സിൻ്റെ ഭ്രമമാണോ? സുചിരതരം ഒരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാണുവാൻ അവകാശമില്ലല്ലോ. ഞാൻ ഉറങ്ങിയിട്ടില്ല, പിന്നെ സ്വപ്നം കണ്ടതും അല്ല. സരസതരപതി ചരിതം ആശുകർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഇത് സത്യമാണ്. ഈ ചെവിയിൽ ഇങ്ങനെ കേട്ടത് ഈ അമൃതമാകുന്ന വാക്ക് എനിക്ക് പരിചയമുള്ള വാക്കാണ്. ദശരഥ മഹാരാജ് 4 മക്കളുണ്ടെന്നുള്ള കാര്യം പറയാം. ഇതൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഇത് എൻ്റെ ചെവിയിൽ കേൾക്കുന്ന അമൃതമാകുന്ന ഇത് സത്യമായി വന്നിതാവൂ. ഇത് സത്യമാണെങ്കിൽ നിന്ന് അത്രമാത്രം ആഗ്രഹിച്ചു പോകുന്ന അവർ ഒറ്റയ്ക്കല്ലേ. അതുകൊണ്ട് ഇത് സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷൻ ഇത് മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ കാണായി വരേണമേ. ഒരു പുരുഷനാണ് ഇതിങ്ങനെ പറയുന്നെങ്കിൽ എൻ്റെ മുമ്പിൽ ഇത് കാണായി വരണമേ, എനിക്ക് കാണാൻ പറ്റണമേ. അങ്ങനെ പറഞ്ഞു. ജനക നൃപ ദുഹൃത് വചനം കേട്ടു മാരുതി ഇത്രയും പറഞ്ഞു. എനിക്ക് ഒരു പുരുഷനാണെന്നെങ്കിൽ എനിക്ക് കാണായി വരണമെന്ന് പറഞ്ഞപ്പോൾ ഹനുമാൻ എന്തത് വിഷമമില്ലാതെ ഇറങ്ങി വരാമല്ലോ, ഇനി കാണാമല്ലോ, അല്ലെങ്കിൽ ഭയന്ന് പോകത്തില്ലേ. ഹനുമാൻ്റെ പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ജനക നൃപ ദുഹൃത് വചനം, അതായത് ഈ സീതയുടെ വാക്ക് കേട്ടപ്പോൾ മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. ഷാഹിളിങ്ങനെ ഇരുന്നിട്ട് അവിടുന്ന് പതുക്കെ തറയിലോട്ട് ഇറങ്ങി വരുന്നു, മനത്തിൻ്റെ മുകളിൽ നിന്ന്. വിനയമൊടു അവനിമകൾ ചരണ നളിനാന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. സീതയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തൊഴുത് ചെറുതകലെ അവൻ ആശു നിന്നിടിനാൻ. തൊഴുതിട്ട് ദൂരോട്ട് മാറി നിന്ന്, അടുത്തൊന്നും വന്ന് നിന്നില്ല. ബഹുമാനമല്ലേ, പുരുഷനല്ലേ. അപ്പം സീതയ്ക്ക് അത്രമാത്രം സന്തോഷവും എല്ലാം ഉണ്ടാവും. രാവണന്റെ കണക്കല്ലല്ലോ. ഹനുമാൻ ഭക്തിയും മാതാവായിട്ടല്ലേ നിൽക്കുന്ന ഒരു മകനും അത് പുരുഷനും കൂടെ ആയതുകൊണ്ട് തൊഴുതിട്ട് അകലെ മാറി നിന്നു. തൊഴുത് ചെറുതകലെ അവൻ ആശ നിന്നിടിനാൻ. തുഷ്ടിയാ കലപിങ്ക തുല്യ ശരീരനായി. ഊർക്കുരുകിൽ പക്ഷിയെ പോലെ കുഞ്ഞായിട്ട് നിൽക്കുന്നു. സന്തോഷത്തോടെ കുഞ്ഞായിട്ട് ശരീരം വലുതാക്കുകയും ചെറുതാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അതുമല്ല, ഇത് ശിംശവയുടെ മുകളിൽ നിന്ന് കുഞ്ഞായിട്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഒരു ഊർക്കുരുകിൽ പക്ഷിയെ പോലെ ചെറിയ ശരീരവുമായി തുഷ്ട്യാ കലപിങ്കല തുല്യ ശരീരനായി ഇവിടെ നിശിചരപതി വലിയ മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതിന് വരികയോ. അപ്പോൾ സീത എന്താ വിചാരിക്കുന്നത്? ഇനി ഈ രാവണൻ്റെ മായാവേല വല്ലതും ആണോ? ഇങ്ങനെ അങ്ങനെ വന്ന് മോഹിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞതാണോ? ഒരു ഭയം, വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതും ചിന്തിക്കുന്നിടയ്ക്കൂടെ എന്നെ മോഹിപ്പിപ്പതിന് വരികയോ. ഈ വലിയ മുഖവേഷമായി കപിയുടെ വേഷം, കുരങ്ങൻ്റെ വേഷം കൊണ്ട് ഈ രാവണൻ ഇങ്ങനെ ചെയ്തതാണോ? അയാൾക്ക് വേഷം മാറാമല്ലോ, സന്യാസിയുടെ വേഷം കെട്ടി വന്നവനല്ലേ കട്ടുകൊണ്ട് പോയപ്പം. അതുകൊണ്ട് അവൻ തന്നെയാണോ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. എന്ത് ചിന്തിച്ചു പോകും? എന്നെ മോഹിപ്പിപ്പതിന് വരികയോ. ശിവശിവ കിമിതി കരുതി മിഥിലാ നിർവപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ. അങ്ങനെ അവർ ഭയമായി. കുസൃതി ദശമുഖന് പെരുതെന്ന് നിരൂപിച്ചു കുമ്പിട്ടിരുന്നിതു കണ്ടു കവീന്ദ്രനും. അങ്ങനെ ഭയന്നപ്പോൾ അവരിങ്ങനെ കുമ്പിട്ടങ്ങ് ഇരുന്നത്. അങ്ങനെ ആണെങ്കിലോ എന്ന് കരുതി എണീച്ച് നിന്നും പോയി. അങ്ങനെ ഒരു പുരുഷനാണെങ്കിൽ അങ്ങനെ എനിക്ക് കാണാമാറാകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ അവർക്ക് അത് ഒരു ഭീതിയായി. ഇനി ഇവനാണോ രാവണനങ്ങാണോ എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കുമ്പിട്ടിരുന്നു. അത് കണ്ടാരാ? ഈ കവീന്ദ്രൻ കണ്ടു, ഹനുമാൻ അത് കണ്ടു. ശരണമിക ചരണ സരസിജ അഖില നായികേ ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നു എന്നെ നീ തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ. ഞാൻ അങ്ങനെയുള്ളവനല്ല. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ. ഞാൻ കോസലാധിപനായ രാമന്റെ ദാസനാണ്. സുമുഖീ കവികുല തിലകനായ സൂര്യാത്മജൻ സുഗ്രീവ ഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. ഞാൻ സുഗ്രീവന്റെ ഭൃത്യനാണ്, ദാസനാണ്. സൂര്യാത്മജനായ സുഗ്രീവന്റെ പുത്രനാണ്. ജഗൽപ്രാണ മാരുതിയുടെ മകനാണ്. ജഗത്തിന് പ്രാണം കൊടുക്കുന്നതാണല്ലോ വായു. വായുപുത്രനാണ്. കപട ഒരുവരോടും ഒരു പൊഴുതും അറിയുന്നീല കർമ്മണ വാച മനസാപി മാതാവേ. ഞാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റുകളും ചെയ്യുകയില്ല. പവനസുത മധുരതര വചനമതു കേട്ടുടൻ പത്മാലയ ദേവിയും ചോദിച്ചിതാദരാൽ. അങ്ങനെ ദേവി ചോദിക്കുന്നു. ഋത മൃജു മൃദുസ്ഫുട വർണ്ണവാക്യം
തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോ. ഇത്രയും പിന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ, സത്യവും മൃദുവും വ്യക്തവുമായ ഈ വാക്കുകൾ അങ്ങനെ ചൊല്ലുന്നവരാരും തന്നെ ഇല്ല. കുറവാണ് ഇത്രയും നന്നായി സംസാരിക്കുന്നത്. സതയമികവധ മനുജ വാനരജാതികൾ തങ്ങൾ സംഗതി സംഭവിച്ചിടുവാൻ കലിതരുചി ഗഹന ഭുവി കാരണമെന്തടോ കാരുണ്യവാരാനിധേ കവികുഞ്ചര. തിരുമനസിത ഭവതി പെരികെ പ്രേമമുണ്ട് എന്നത് എന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ശ്രീരാമൻ എന്നോട് സ്നേഹമുണ്ടെന്ന് പ്രേമമുണ്ടെന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? അല്ലെ, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ കേട്ടല്ലോ ശ്രീരാമൻ്റെ വിഷമങ്ങളൊക്കെ. അത് എന്താ അങ്ങനെ കാരണം? അത് അങ്ങനെ എന്നോട് പ്രേമമുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താ? സീത വരയ്ക്കുന്ന ഉപേക്ഷിച്ച് വരത്തില്ലായിരിക്കും എന്നൊക്കെ കരുതിയിരിക്കല്ലേ. അപ്പോൾ എന്താ അത് ചൊല്ലു നീ. ശൃണസുമുഖി നിഖില അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണ് സത്യമോമലേ. ആണയിട്ട് പറഞ്ഞ സത്യമാണ്. ഭവതി പതിവചന അവലംബ്യ രണ്ടംഗമായ ആശ്രമത്തിങ്കലും മരുവിനത് പൊഴുതിൽ ഒരു കനകമൃഗം ആലോക്യ മാനിനു പിന്നെ നടന്നു രഘുപതി. ആശ്രമത്തിൽ നിന്നപ്പോൾ മാനിൻ്റെ പുറകെ ശ്രീരാമൻ പോയ കാര്യം പറയുന്നത്. നിശിതതര വിശിക ഗണചാപവുമായി ചെന്നു നീചന മാരീചനെ കൊന്നു രാഘവൻ. ഉടലുടലു ഉലയ മുഹുരുടജ ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. അന്നത്തെ ഒരു വിഷമം സീതയെ മാരീചനെ കൊന്നിട്ടൊക്കെ വന്നപ്പോൾ സീതയെ കാണുവാനില്ല. അന്നത്തെ ഒരു വിഷമങ്ങളെല്ലാം ഓർക്കുമ്പോൾ അത്ര ദുഃഖം പൂണ്ട് ശ്രീരാമൻ. അന്ന് മനസ്സിലാക്കിയത് അത് പറഞ്ഞപ്പോൾ അതാണ് ഉടൻ അവിടെ അതായത് ഉടല് ഉലയ മുഹുരുടജ ഭൂവി വന്നപോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടൻ അവിടെ അടവിയിൽ അടയ നോക്കിയും ഒട്ട് കരഞ്ഞും തിരഞ്ഞുഴലും വിധോ. അങ്ങനെ അവിടെ ഇവിടെയെല്ലാം അടവി വനക്കളിലെല്ലാം ഇവിടെല്ലാം നോക്കി സീതയെ. അത് കരഞ്ഞും തിരഞ്ഞുഴലും ശ്രീരാമൻ. അങ്ങനെയായിരുന്നു സീതയെ കാണാതെ വന്നപ്പോൾ. ഗഗനഭുവി ഗഗന ചരപതി ഗരുഡ സന്നിഭൻ കേണു കിടക്കും ജഡായുവിനെ കണ്ടു. അങ്ങനെ നോക്കി ചെന്നു ജഡായു അവിടെ കിടക്കുന്ന കണ്ടു. അവനും അധ തവ ചരിതം അഖിലം അറിയിച്ച് ശ്രീരാമൻ മന്ത്രി മരിക്കാവുള്ളത് പറഞ്ഞുകൊണ്ട് ജഡായു മൊത്തം അറിയിച്ചളവ് ആശ കൊടുത്തിതു മുക്തി പക്ഷീന്ദ്രന്. അങ്ങനെ പറഞ്ഞപ്പോൾ പക്ഷീന്ദ്രന് മോക്ഷമൊക്കെ കൊടുത്തില്ലേ, സംസ്കരിച്ച് ഭഗവാൻ തന്നെ മോക്ഷമൊക്കെ കൊടുത്തു. പുനരടവികളിൽ അവരജേന സാകം ധൃതം അനുജനുമായിട്ട് പിന്നെ എല്ലാ അടവികളിലെല്ലാം പോയി. പുനരടവികളിൽ അവരജേന അത് അനുജനുമായി സാകം ദ്രുതം പുക്കു തിരഞ്ഞു കബന്ധഗതി നൽകി കമന്തിന് മോഷം കൊടുത്തു. ശബരിമരുവിനെ മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. ശബരിക്ക് മുക്തി കൊടുത്തു. ശബരി വിമല വചനേന പോന്ന് ഋഷ്യമൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധോ. അങ്ങനെ ശബരിക്ക് മോചനം കൊടുത്ത് ഋഷ്യമൂകാദ്രിച്ച് ആ പർവ്വതത്തിൻ്റെ പ്രവരോ പാർശ്വ ആ അടുത്തൂടെ ഇങ്ങനെ നടക്കുവാണ് സീതയെ തിരക്കി. അപ്പോഴെന്താ കണ്ടത്? തപനസുതൻ ഇരുവരെയും അഴകിനുണ്ട് കണ്ടതി താല്പര്യം ഉൾക്കൊണ്ട് അയച്ചു തന്നെ തഥാ. തപനൻ സൂര്യപുത്രൻ സുഗ്രീവൻ. തപനസുതൻ ഇരുവരെയും അഴകിനോട് കണ്ടതി താല്പര്യം ഉൾക്കൊണ്ട് അയച്ചു തന്നെ തഥാ. അങ്ങനെ അവർ സഖ്യം ചെയ്തിട്ടാണല്ലോ. അങ്ങനെ അതിലാ തപനസുതൻ അതായത് സൂര്യപുത്രൻ സുഗ്രീവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്. ലക്ഷം കവികളുമായി അയച്ചില്ലേ. രവികുലോത്ഭവന്മാരുടെ സന്നിധവും ബ്രഹ്മചാരി വേഷം ആലംബ്യ ചെന്നു ഞാൻ. ആദ്യമേ അതിൻ്റെ പാർശ്വങ്ങളിൽ ചെന്നപ്പോൾ തന്നെ മുകളിൽ നിന്ന് സുഗ്രീവൻ കണ്ട് ഇവർ കൊല്ലാനം കണ്ട് ആരോ വന്നാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ബ്രഹ്മചാരി വേഷത്തിൽ ഹനുമാൻ ആദ്യമായിട്ട് ശ്രീരാമൻ്റെ അടുക്കൽ വന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെ നൃപതി ബ്രഹ്മചാരി വേഷം ആലംബ്യ ചെന്നു ഞാൻ. ആദ്യമായിട്ട് ഇവരെ കാണുമ്പോൾ ഈ ലക്ഷ്മണനെ ശ്രീരാമനെ കണ്ടപ്പോൾ മുകളിലിരുന്ന് സുഗ്രീവൻ വിചാരിച്ചു ബാലി കൊല്ലാൻ ആളിനെ വിട്ടതായിരിക്കും. അത് ഭയന്നിട്ട് ഒളിച്ചിട്ട് ബ്രഹ്മചാരി വേഷം മാറി ഹനുമാനെ ചെന്ന് അവിടെ എന്താ വിശേഷം ആരാന്നൊക്കെ അറിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. നൃപതി കുലവര ഹൃദയം അഖിലവും അറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിൽ എടുത്തുടൻ തരണി സുത നികടഭൂവി കൊണ്ട് ചെന്നിടിനീൻ.
തോളിലേറ്റിയാണല്ലോ കൊണ്ടുപോയത്. സഖ്യം പരസ്പരം ചെയ്യിച്ചതാശു ഞാൻ ദഹനനെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ട് ദണ്ഡം ഇരുവർക്കും ആശു തീർത്തിടുവാൻ തരണി സുതഗൃഹിണിയെ ബലാൽ അടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ ബാലിയെ, താരയുടെ ഭർത്താവിനെ. ദിവസകര തനയന് കൊടുത്തിതു രാജ്യവും. അങ്ങനെ ബാലിയെ വധിച്ചിട്ട് രാജ്യമൊക്കെ സുഗ്രീവന് കൊടുത്തു. ദേവിയെ ആരാഞ്ഞു കാൺമാൻ കവീന്ദ്രനും പ്ലവകകുല പരിവൃഢരെ 4 ദിക്കെങ്കിലും പ്രത്യേകം ഏകൈക ലക്ഷം നിയോഗിച്ചാൻ ലക്ഷങ്ങൾ വീതം പല ദിക്കുകളിലേക്കും അയച്ചു കപിവരന്മാരെ. പ്രത്യേകം ഏകൈക ലക്ഷം നിയോഗിച്ചാൻ അത് പൊഴുതു രഘുപതിയും അലിവോടരികെ വിളിച്ച് അങ്കുലിയം മമ കയ്യിൽ നൽകിടിനാൻ. എന്നെ പ്രത്യേകമായി വിളിച്ച് ശ്രീരാമൻ മോതിരം, ഭഗവാന്റെ പേര് കൊത്തിയ മോതിരം ഹനുമാനക്കര കൊടുത്തു. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം. പിന്നെയും അങ്ങനെ ഇത് സീത എവിടെ വെച്ച് കാണുമ്പോൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഈ മോതിരം കൊടുക്കണം. സപതി തവ മനസ്സി ഗുരുവിശ്വാസ സിദ്ധയെ സാദരം ചൊന്നാൻ അടയാള വാക്യം ഒരു വാക്യം എനിക്ക് പറഞ്ഞു തന്നു സീർത്ത് പറയാനായിട്ട് ഒരു വാക്യം. അതു ഭവതി കരതളിരിൽ ഇനി വിരവിൽ നൽകുവൻ ആലോക ആനന്ദപൂർവകം ഇത് മധുരതരം അനില തനയനുമാർ ഉര ചെയ്തു. ഇത് നല്ല മധുരമായിട്ട് ഇത് മധുരതര അനിലതനയനും, അതായത് ഹനുമാനാണ് അനിലതനയൻ, ഉര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമോട് തൊഴുത് ആദരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. ഈ മോതിരമൊക്കെ കൊട്ടിട്ട് ഇദ്ദേഹം വണങ്ങി തൊഴിട്ട് പുറന്നോട്ട് മാറി നിന്ന്, സീതയുടെ അടുക്കേന്ന് പുറന്നോട്ട് മാറി നിന്നു. മിഥില നൃപ സുതയും അത് കണ്ടതി പ്രീതയായി മേന്മേലൊഴുകും ആനന്ദ ബാഷ്പാകുലാൽ. പറയുമ്പം തൊണ്ടയ്ക്ക് വല്ലാതെ വരുന്നുണ്ട്, എല്ലാം വായിച്ചു തീർക്കാൻ പാടായിരിക്കും. രമണമിവ നിജ ശിരസി കനിവിനോട് ചേർത്തിതു രാമനാമാഗിതം അങ്കുലിയം മുത. ശിരസി ഇങ്ങനെ അത് ആ മോതിരം വാങ്ങിച്ച് ചേർത്ത്, നാമാങ്കിതം അല്ലയോ, ഭഗവാന്റെ മോതിരം അല്ലേ. പ്ലവക കുലപരിവൃഢ മഹാമതിമാൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം. ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തൻ അതീവ വിശ്വാസ്യൻ ദയാപരൻ. പല ഗുണവും ഉടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവ് അയക്കുകയുമില്ല സന്നിധോ. ഭഗവാന് ശ്രീരാമൻ അത്രത്തോളം വിശ്വാസമില്ലാത്ത ഒരുത്തരെയും സീത അടുക്കലേക്ക് വിടത്തില്ല. അത് സീത പറയുന്നു. പല ഗുണവും ഉടയവരെ ഒഴികെ, ഉടയവരല്ലാതെ മറ്റാരെയും ഭർത്താവ് അയക്കുകയുമില്ല മത്സന്നിധോ, സീത അടുക്കലേക്ക്. അപ്പോൾ ഹനുമാൻ അത്രമാത്രം ആണെന്ന് സീതയ്ക്ക് മനസ്സിലായി. മമ സുഖവും അനുദിനം ഇരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. ഞാനിങ്ങനെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ജീവിതമൊക്കെ എങ്ങനെയാണെന്ന് എൻ്റെ പരിതാപമൊക്കെ കണ്ടല്ലോ ഹനുമാൻ ചെന്ന് പറയാനായിട്ട്. കമലദല നയനകതളിരിൽ ഇനി മാം പ്രതി കാരുണ്യമുണ്ടാ പരിചറിക്ക നീ രജനിചരവരനശനമാക്കും എന്നെ കൊണ്ട്. രജനിചരൻ, ഈ രാക്ഷസൻ രജനിചര വരനാശനം, എന്നെ ഭക്ഷിക്കും ഈ രാക്ഷസൻ. അതുകൊണ്ട് 2 മാസം കഴിഞ്ഞാൽ എന്ന് നിർണയം. 2 മാസം അവധിയെ തന്നേക്കൊണ്ട് അതിനകം വച്ച് ഒരു ഒത്തുതീർപ്പ് രാവണന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഭാര്യയാകാനുള്ള ഒത്തുതീർപ്പ് കൊടുത്തില്ലെങ്കിൽ അവന് എന്നെ കൊന്നു തിന്നും. രജനിചര വരൻ അശനമാക്കും എന്നെ കൊണ്ട് 2 മാസം കഴിഞ്ഞാൽ എന്ന് നിർണയം. അതിനിടയിൽ വരുവതിന് വേല ചെയ്തിടും നീ. അതിനിടയ്ക്ക് എല്ലാവരും വരാൻ, ശ്രീരാമനൊക്കെ വന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് പെട്ടെന്ന് ആവണം. അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ, അത്ര നാളും എങ്ങനെയും കഴിഞ്ഞുകൂടാ. ത്വരിതം ഇഹ ദശമുഖനെ നിഗ്രഹിച്ച് എന്നുടെ ദുഃഖം കളഞ്ഞ് രക്ഷിക്കെന്ന് ചൊല്ലു നീ. അനില തനയനും അഖില ജനനി വചനങ്ങൾ കേട്ട് ആകുലം തീരുവാനാശ ചൊല്ലിയിടിനാൻ. അവനിപതി സുതനോട് അടിയൻ ഭവൽ വാർത്തകൾ അങ്ങുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ. അവനിപതി സുതനോട് അടിയൻ ഈ വാർത്തകളൊക്കെ ഉണർച്ച് പറയുന്നതിന് മുമ്പ് തന്നെ അവരജനും അത് ലക്ഷ്മണൻ അഖില കുലബലവുമായി മുതിർന്ന ആശു വരും. അതിനുള്ളൊരു സംശയം ഞാൻ അവിടെ പറഞ്ഞ മുമ്പേ തന്നെ ലക്ഷ്മണനും അവരെല്ലാം വരും എന്ന് ഇവിടെ ഈ ഹനുമാൻ പറഞ്ഞു, മനസ്സിന് വിഷമിക്കാതിരിക്കാൻ വേണ്ടി. അവരജനും അഖില കവികുല ബലവുമായി മുതിർന്നാശു വരും, അതിനില്ലൊരു സംശയം.
സുത സജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജ ആലയത്തിനയക്കും ക്ഷണാൽ ഭവതിയെയും ആദി കരുണ അഴകിനോട് വീണ്ടും നിൻ ഭർത്താവ് അയോധ്യയ്ക്ക് എഴുന്നള്ളുമാതരാൽ ഇതി പവനസുത വചനം ഉടമയോട് കേട്ടപോതിന്ദിരാദേവി ചോദിച്ചു അരുളേടിനാൻ. ഇത് കേട്ടപ്പോൾ, ഹനുമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ സീത ചോദിക്കുന്നു, ഇഹ വിതത ജലനിധിയെ നിഖില കവി സേനയോട് ഏതൊരു ജാതി കടന്നു വരുന്നതും. വിസ്തൃതമായ കടലാണ്, ഇവിടുന്ന് എങ്ങനെ ഇങ്ങനെ കടന്നു വരും? ഹനുമാൻ്റെ ഇടക്ക് വരാൻ പറ്റും എല്ലാവർക്കും. അതുകൊണ്ട് ഇഹ വിതത ജലനിധിയെ, ഇത്ര വിസ്തൃതമായ ഈ സമുദ്രത്തിൽ നിഖില കവി സേനയോട് ഏതൊരു ജാതി ഇങ്ങനെ കടന്നു, ഇത്രയും സേനയായിട്ട് ആരെ കൊണ്ട് പറ്റും ഇവിടെ കടന്നു വരാൻ? ലങ്കയിൽ ചെല്ലണമെങ്കിൽ ഒത്തിരി സമുദ്രം കടക്കണ്ടേ? മനുജ പരിവ്രടൻ ഇത് വിചാരിച്ച നേരത്ത് മാരുതി മൈഥിലിയോട് ചൊല്ലിയിടിനാൻ. ഇത് പറഞ്ഞപ്പോൾ ഹനുമാൻ പറയുന്നു, മനുജ പരിവ്രടനെയും അവരജനെയും അൻപോട് മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്ത് കടത്തുവൻ മൈഥിലേക്കും വിഷാദം വൃഥാമാനസേ. മൈഥിലി ഇങ്ങനെ വിഷമിക്കാതിരിക്കൂ, എൻ്റെ ചുമലിൽ എല്ലാവരെയും ഞാൻ ക്ഷണം പെട്ടെന്ന് തന്നെ ഇക്കരയാക്കും. അത്രമാത്രം ഹനുമാന് ശക്തി ഉണ്ടെന്ന് അവരോട് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ചുമലിൽ കയറ്റി എല്ലാത്തിനെയും ഇപ്പുറമാക്കും, പറന്നു വരും. മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടെടുത്ത് കടത്തുവൻ മൈഥിലി കിം വിഷാദം വൃഥാ മാനസേ. വെറുതെ വിഷമിക്കാതിരിക്കൂ. ലഘുതരം അമിത രജനിചരകുല അശേഷേണ ലങ്കയും ഭസ്മമാക്കി ഇടുവാനാകുലം. അങ്ങനെ ഈ രജനിയുടെ ഈ രാക്ഷസകുലം മൊത്തവും ഭസ്മമാക്കും. ദ്രുതമതിന് സുതന് മമ ദേഹ്യ അനുജ്ഞ ഇനി ദ്രോഹം വിനാഗമിച്ചിടുവൻ ഓമലേ. വിരഹ കലുഷിത മനസ്സി രഘുവരനു മാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ തരിക സരഭസം ഒരടയാളവും വാക്യവും താവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇവിടെ വന്ന് തന്നുള്ളവരെ വിശ്വസിക്കാൻ വേണ്ടി സീതയും ഒരടയാളം കൊടുത്തു വിടണം, കൊണ്ടുകൊടുക്കാൻ ശ്രീരാമന്. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ. ഞാൻ എന്താ കൊടുത്തു വിടേണ്ടത് ഇങ്ങനെ ചിന്തിച്ചു മനസ്സുകൊണ്ട്. ചിഗുരഭരം അതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിടിനാൽ ചൂടാരത്നം. എന്തുവാ അവർക്കുള്ള ഒന്നും തോന്നിയായിട്ടൊന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ. മുടിയിലിങ്ങനെ തലയിലിങ്ങനെ ചൂടുന്ന എന്തെങ്കിലും ആയിരിക്കും, എനിക്കറിയാത്തല്ല. ചൂടാരത്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും തലയിൽ കൂടെ മുണ്ടക്കെട് എന്തെങ്കിലും അറ്റം കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ എന്തോ ഇവിടം വരെയായി. ചിഗുരഭരം അതിൽ മരുവും അമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ശൃണുതനയ പുനരൊരടയാള വാക്യം ഭവാൻ ശ്രുത്വ ധരിച്ചു കർണേ പറഞ്ഞിടു നീ. ചെവി കൊണ്ട് കേട്ട് ധരിച്ചിരിക്കും ഞാൻ പറയുന്ന വാക്യം. ഒരു വാക്യം കൂടെ കൊടുക്കണം, ഒരു എന്തെങ്കിലും പണ്ട് നടന്ന ഓർമ്മ വരാൻ വേണ്ടിയുള്ള സീത തന്നെയാണെന്ന് അറിയാൻ വേണ്ടി, സീതയുടെ വാക്കാണെന്നറിയാൻ വേണ്ടി ശ്രീരാമന് പരിചയമുള്ളൊരു വാചകം, ഒരു വാക്യം, ഒത്തിരി വാക്കുകൾ ചേർന്നുള്ള ഒരു വാക്യം അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതിന് സപതി പുനരത് പൊഴുത് വിശ്വാസം എന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്ന് പറഞ്ഞാൽ അത് കേട്ടോടെ എൻ്റെ ഭർത്താവിന് വിശ്വാസം വരും. ആ വാക്യം ഞാൻ പറയാം. ചിരം അമിത സുഖമൊടു ഒരു തപസി ബഹുനിഷ്ഠയ ചിത്രകൂടാചലത്തെങ്കിൽ വാഴും വിധോ. ഇവർ വന്ന വഴിക്ക് ചിത്രകൂടത്തിൽ വസിക്കുന്ന സമയത്ത് പലല മധുപരിചനോട് ഉണക്കുവാൻ ചിക്കി ഞാൻ, അതായത് എള്ളുകൊണ്ടുള്ളൊരു പലഹാരമെന്നും പറയാം, മാംസം എന്ന് പറയുന്നത്, ഇങ്ങനെ വെയിലത്ത് ചിക്കി വെയിലത്ത് ഉണക്കാൻ വെച്ചു. ഇവർ വനത്തിൽ താമസിക്കാൻ വന്ന ചിത്രകൂടത്തിൽ താമസിച്ചപ്പോൾ ആ കാര്യമാണ് പലലമത്. അതായത് ഇങ്ങനെ ചിക്കൻ ഉണക്കാൻ വെക്കുന്നത് മാംസമാണോ അതോ എള്ളു കൊണ്ടുണ്ടാക്കുന്നൊരു പലഹാരമെന്നും ഇതിനർത്ഥമുണ്ട്. അതുകൊണ്ട് പലലമത് പരിചയനോട് ഉണക്കുവാൻ ചിക്കി ഞാൻ പാർത്ത് അതും കാത്തിരുന്നിടും ദശാന്തരേ. അങ്ങനെ ചിക്കി ഉണക്കായി നോക്കിയിരുന്നപ്പോൾ തിരുമുടിയും അഴകിനോട് മടിയിൽ മമ വച്ചുടൻ തീർത്ഥപാദൻ വിരവോട് ഉറങ്ങിയിടാൻ. അങ്ങനെ പിന്നെ ശ്രീരാമൻ്റെ തലയെടുത്ത് ശിരസ്സെടുത്ത് ഈ ദേവി അവിടെ എടുത്ത് മടിയിലോട്ട് വെച്ച് അവിടെ കിടന്നങ്ങ് ഉറങ്ങി. ഇവർ ഇത് ഉണക്കാനായിട്ട് വെയിലത്ത് ഇരുന്നപ്പോൾ എന്തെങ്കിലും കാക്ക ഒന്ന് കഴിച്ചുകൊണ്ട് പോകാതിരിക്കാൻ അവർ നോക്കിയിരിക്കണമല്ലോ. അപ്പോൾ ഇരുന്നപ്പം ശ്രീരാമൻ വന്ന് അവരുടെ മടിയിൽ തല വെച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. വിരവോട് ഉറങ്ങിയിടിനാൻ, അതായത് തീർത്ഥപാദൻ വിരവോട് ഉറങ്ങിയിടിനാൻ. അവിടെ ആ തിരുമുടി തല അഴകിനോട് മടിയിൽ സീതയുടെ മടിയിൽ വെച്ച് ശ്രീരാമൻ ഉറങ്ങി. അത് പറയുമ്പം മനസ്സിലാവുന്നത് ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവുമല്ലോ.
അത് പൊഴുതിൽ അതിസബലനായ ശക്രാത്മജൻ ആശു കാകാകൃതി പൂണ്ടു വന്നിടിനാൻ. ഒരു ജയന്തൻ എന്ന് പറഞ്ഞ ഒരാള്, അതായത് ഇന്ദ്രന്റെ പുത്രനാണ് ജയന്തൻ. ഈ ജയന്തൻ അന്നേരം വന്ന് കാക്കയുടെ ആകൃതി വന്ന് പല പൊഴുത് പല ശകലങ്ങൾ കൊത്തിയിടിനാൻ. പല പ്രാവശ്യം വന്ന് ഇത് കൊത്തിക്കൊണ്ട് പോകും, ഉണക്കാൻ വെച്ച സാധനങ്ങൾ. അതുകൊണ്ട് പല പൊഴുത് പല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാൻ എന്നതോർത്തു ഞാൻ തഥാ പരുഷതരം ഉടനെടുത്തെറിഞ്ഞിടിനാൻ. പരുഷതരം ഉടനുടൻ എടുത്ത് എന്തെങ്കിലും എടുത്ത് എറിയുമല്ലോ കാക്കയെ ഓടിക്കാൻ. അങ്ങനെ എറിഞ്ഞിടിനേൻ പാഷാണജാലങ്ങൾ കൊണ്ട് അവൻ പാഷണം കല്ലും ഒക്കെ പറക്കി ഇങ്ങനെ എറിഞ്ഞ് കാക്കെ. അങ്ങനെ പാഷാണജാലങ്ങൾ കൊണ്ടവൻ വപുഷി മമ ശിത ചരണം നഖര തുണ്ടങ്ങളാൽ അതിൻ്റെ നഖത്തിൻ്റെ തുണ്ടങ്ങളാൽ വായ്പോട് കീറിനാൻ ഏറെ കുപിതനാതിൻ്റെ വായം കണ്ട് കീറി ദേഷ്യമായി. പരമപുരുഷന് ഉടൻ ഉണർന്ന്. അപ്പം മടിയിൽ കിടന്ന ശ്രീരാമൻ പെട്ടെന്ന് തന്നെ ഉണർന്നു. പരമപുരുഷനും ഉടൻ ഉണർന്നു നോക്കും വിധു പാരം ഒലിക്കുന്ന ചോര കണ്ട് ആകുല. അയ്യോ, ചോര ഒലിക്കുന്നല്ലോ വായിൽ ഇങ്ങനെ കാക്കയുടെ. അതോ ഇനി കീറി വപുഷി മമ ഇനി പാഷണങ്ങൾ കൊണ്ട് അവൻ്റെ കാക്കയുടെ തന്നെ കൊണ്ട് അവൻ വപുഷി അവൻ്റെ മമ ശിതചരണം നഗരതുണ്ടങ്ങളാൽ വായ്പോട് കീറിനാൻ ഏറെ കുപിതനായി. പരമപുരുഷന് ഉടൻ ഉണർന്നു നോക്കും വിധു പാരം ഒലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകല അതികുപിതനായി എടുത്ത അശ്രമം ദിവ്യാസ്ത്ര മന്ത്രം ജപിച്ച് അയച്ചിടിനാൻ. അങ്ങനെ ശ്രീരമൻ ദിവ്യാസ്ത്രമുള്ളൊരു മന്ത്രം പറഞ്ഞ് അയച്ചു. സഭയം അവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ. അമരപതി കമലജ ഗിരീശ മുഖ്യന്മാർക്കു ആവതല്ലെന്ന് അയച്ചോരവസ്ഥാന്തരെ അടിമലരിൽ അവശമൊട് വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാനിധേ അപരമൊരു ശരണമിക നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇത് സഭയം അടിമലരിൽ വീണു കേണിടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനു അന്നേരം. ഇന്ദ്രന്റെ പുത്രനായ ജയന്തൻ അങ്ങനെ വീണ് ഭഗവാന്റെ കാൽക്കൽ വന്ന് വീണു. സവിതൃ കുല തിലകനത സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ. അസ്ത്രം നിഷ്ഫലമായി പോവുകയില്ല. അതിനു തവ നയനം അതിലൊന്നു പോവും നിശ്ചയം അന്തരമില്ല നീ പോയിക്കൊള്ളുക നിർഭയം. നയനം ഒരു കണ്ണു പോകും നിശ്ചയമാണ്, അത് മാറ്റമില്ല. ഇത് സദയമനു ദിവസം എന്നെ രക്ഷിച്ചവൻ ഇന്ന് ഉപേക്ഷിച്ചത് എന്നുடைய ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ ഓർത്താൽ ഇത് എന്നുடைய പാപമേ കാരണം. വിവിധമിതി ജനക നൃപ ദുഹൃത് വചനം കേട്ട് വീരനാമാരുപുത്രനും ചൊല്ലിനാൻ. ഇത്രയും പറഞ്ഞു കൊടുത്ത് ഈ ഒരു കഥ നടന്ന സംഭവം ശ്രീരാമന് ഓർമ്മയുണ്ട്, അത് പറയുമ്പോൾ ഓർമ്മ വരും എന്ന് പറഞ്ഞു. അപ്പോൾ വിവിധം ഇത് ജനക ഈ സീതയുടെ ദുഹൃത് ഈ വചനം കേട്ട് മാരുതപുത്രൻ ചൊല്ലിനാൻ. ഹനുമാൻ പറയുന്നു, ഭവതി പുനരിവിടെ മരുവിടുന്നത് ഏതുമേ ഭർത്താവ് അറിയാതെ കൊണ്ടുവരാഞ്ഞതും. ഇവിടാണ് ഭവതി കഴിയുന്ന അറിഞ്ഞിട്ടില്ല. ഇവർ തന്നെ എവിടെയൊക്കെയോ തിരക്ക് പോകുന്ന വഴിക്ക് കഴിഞ്ഞ് പോരുന്ന ശ്രീരാമൻ അങ്ങല്ലയോ, സുഗ്രീവനായിട്ട് അവിടെ നിൽക്കുമല്ലോ. അതുകൊണ്ട് ഇത് അറിയാത്തതുകൊണ്ടാണ് അവിടെ വരാഞ്ഞത്. ഭർത്താവ് അറിയാതെ കൊണ്ടുവരാഞ്ഞത്. അത് ഇവിടെ ആണെന്ന് അറിഞ്ഞിട്ടില്ല, ഹനുമാന് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് വരാഞ്ഞത്. ചടതി വരും, ഇനി പെട്ടെന്ന് ഇനി വരും. നിശിചരൗഘവും ലങ്കയും രാവണ കൂട്ടത്തെയും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കുന്നിടം. അതായത് ശാഖാമൃഗാത കുരങ്ങന്മാർ ഒരുപാട് കവികളുണ്ടല്ലോ, അവരെല്ലാം കൂടെ ഇവരുടെ ലങ്കയും നിശിചരൗഘവും രാവണക്കൂട്ടങ്ങളും എല്ലാം ഭസ്മമാക്കും. പവനസുത വചനമതി കേട്ടു വൈദേഹിയും പാരിച്ച മോദിനെ ചോദിച്ചരുളിനാൾ. അധിക കൃശതനുരിഹ ഭവാൻ കവിവീരനും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ. കാരണം ഹനുമാൻ ഒരു കുഞ്ഞായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ഈ കവിവരന്മാർ. എന്നാൽ പിന്നെ എന്ത് ചെയ്യാനാ, ഇവരെല്ലാം ചെയ്യാം. അവരെ കൊച്ചായിട്ട് നിൽക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാ കവികളും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് സീത ചോദിക്കുന്നു. നിഖില നിശിചര അധിക കൃശതനുരിഹ എല്ലാവരുടെയും ദേഹം ദേഹം ഭവാൻ കവിവീരനും ഈ വണ്ണമുള്ളവരല്ലേ ചൊല്ലു നീ. നിഖില അജൽ നിഭ നിശിചരരാചല നിഭ വിപുല മൂർത്തികൾ നിങ്ങൾ അവരോട് എതിർക്കുന്നത് എങ്ങനെ? ഇങ്ങനെ ഇത്രയേ ഉള്ളെങ്കിൽ ഇത് വിപുലം, ഇതൊക്കെ എന്തോ അല്പാൽപം ആരോഗ്യമല്ലേ വരത്തുള്ളൂ. എങ്ങനെ ഈ രാക്ഷസന്മാരുടെ നിങ്ങൾ എതിർക്കും? പവനജനു അവനിമകൾ വചനമത് കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. അങ്ങനെ സീത പറയുമ്പോൾ ഹനുമാൻ ഇത് ഒരു പർവ്വതം പോലെ അങ്ങായി, വലുതായി.
അധ മിഥില നൃപതി സുതയോട് ചൊല്ലിയിടിനാൻ. മിഥില നൃപതിയാണല്ലോ, മിഥിലയിലെ പുത്രിയാണല്ലോ ഈ സീത. അതുകൊണ്ട് അധ മിഥില നൃപതി സുതയോട് ചൊല്ലിയിടിനാൻ. അഞ്ജനാ പുത്രൻ പ്രഭജ്ജന നന്ദനൻ. ഇത് കരുതുക അകമലരിൽ ഇങ്ങനെയുള്ളവർ 21 വെള്ളം പടവരും. ഇത് കരുതുക അകമലരിൽ ഇങ്ങനെയുള്ളവർ 21 വെള്ളം പടവരും. വളരെ വലിയൊരു സംഖ്യ, അനേകം കോടി അത്രയും ഉണ്ട് കവികൾ. ഇത്രയും ശരീരങ്ങളൊക്കെ ആയിട്ടുള്ളവരുണ്ട്. ഹനുമാൻ കൊച്ചായിട്ട് നിന്നോണ്ട് സീതയ്ക്ക് തോന്നി ഇവരൊക്കെ ഇത്രച്ചേ ഉള്ളൂ. പവനസുത മൃദുവചനം ഇങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്ത് ചൊല്ലിയിടിനാൾ. അതിവിമലൻ അമിതബലൻ ആശരവംശം രാക്ഷസവംശം. അതിവിമലൻ അമിതബലൻ ആശരവംശത്തിൽ അന്തകൻ നീ അതിനന്തരമില്ലടോ. ഇതിന് ഈ രാക്ഷസവംശത്തിൽ അന്തകൻ നീ തന്നെയാണ്, അതിനൊരു അന്തരമില്ലടോ. രജനി വിരവോട് കഴിയും ഇനി ഉഴറുകെങ്കിൽ നീ രജനി വിരവോട് കഴിയും ഇനി ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. അതായത് രജനി രാത്രി മാറുന്ന മുമ്പേ പോകാൻ, രജനി കഴിഞ്ഞു പോകുന്നതിന് മുമ്പേ ഈ രാക്ഷസ സ്ത്രീകൾ കാണാതെ ഇവിടുന്ന് പോകാൻ ഹനുമാനോട് സീത പറയുന്നു. ജലനിധിയും അതിശബലം ഇന്നേ കടന്നങ്ങ് ചെന്നു രഘുവരനെ കാണുക നന്ദന. ഈ ജലനിധി സമുദ്രം കടന്ന് ഇന്ന് തന്നെ ചെന്ന് കാണൂ ശ്രീരാമനെ. മാമാചരിതം അഖിലം അറിയിച്ചു ചൂടാരത്നം ആശ തൃക്കയിൽ കൊടുക്ക വിരയെ നീ. കൊടുത്തുവിട്ട ചൂടാരത്നവും ഈ വാക്കുകളും ചെന്ന് പറയൂ. വീരവനോട് വരിക സേവിസുതരും ഒരു സൈന്യവും. പിന്നെ വീരവൻ പെട്ടെന്ന് തന്നെ രവിസുതനും, അതായത് രവിസുതനാര സുഗ്രീവനും ഒരു സൈന്യങ്ങളും വീരപുമാന്മാർ ഇരുവരുമായി ഭവാൻ. വഴിയിലൊരു പിഴയും ഉപരോധവും എന്നീയേ വായുസുത പോക നല്ലവണ്ണം ധ്രുവം. വഴിയിലൊരു വിഷമം ഉണ്ടാകാതെ പോവുക ഹനുമാനെ, വായുസുത പോക നല്ലവണ്ണം ധ്രുവം. വിനയ ഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാൻ അന്തികെ. അങ്ങനെ നമസ്കരിച്ചു പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും 3 വലത്ത് വച്ചിടിനാൻ. സീതാദേവിയായിരിക്കുന്ന മാതാവിനെ 3 വലം വെച്ച് തൊഴുത്. വിടതരിക ജനനി വിടകൊള്ളുവാൻ അടിയന് വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം. എനിക്ക് പോകാൻ അനുവാദം തരൂ, എന്നിട്ട് ഖേദം കളഞ്ഞ് ഇവിടെ വാഴൂ, സന്തത എപ്പോഴും വിഷമിക്കാതെ കഴിയൂ. ഭവത് ശുഭമയി തനയ പതി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ. അതായത് മകനെ നിനക്ക് വഴിയിൽ നന്മ വരട്ടെ എന്ന് സീതാദേവി പറഞ്ഞു. അമ്മയെതല്ലേ വിളിക്കുക, അമ്മയാണല്ലോ ദേവി, മഹാദേവിയാണല്ലോ. അങ്ങനെ വേഗേന ഭവത് ശുഭമയി തനയ മകനെ പതി തവ നിരന്തരം, നിനക്ക് ഈ പതി വഴി തവ നിരന്തരം എപ്പോഴും ഭർത്താരമാശു വരുത്തിയിടുക അത്ര നീ, നന്മ വരട്ടെ. സുഖമൊടിക ജഗതി സുചിരം ജീവനീ സ്വസ്ത്യസ്തു പുത്രാതേ സുസ്ഥിര ശക്തിയും അനിലതനയനും അഖില ജനനിയോട് സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. അനിലതനയനും അഖില ജനനിയോട് സാദരം ആശീർവചനമാതായ പിൻവാങ്ങിനാൻ. ലങ്കാമർദ്ദനം പറയുന്നൊരു സമയം പോകുമായിരിക്കും. ഇന്നലെ വെക്കങ്ങ് തീർന്ന് ഇന്നലെ ഒട്ടും മനസ്സിലാകാതെ നിങ്ങളെന്ന് കരുതിയിട്ടാക്കളെ. ചെറുതകലയൊരു വിടപി ശിഖര ലങ്കാമർദ്ദനാണ്. അതായത് പിന്നെ ഹനുമാൻ യാത്ര പറഞ്ഞ് പോരുന്നെങ്കിൽ അവിടെ ബഹളം നടത്തും, അടക്കം കുറേ നശിപ്പിച്ചിട്ടേ വരുന്നുള്ളൂ. കാരണം ഒരു ഉത്തമനായ പുരുഷൻ ചെന്നാൽ രഹസ്യമായിട്ട് വന്നോടല്ലോ, അവരെ ഒന്ന് അറിയിച്ചിട്ട് വരാമെന്ന് കരുതി ഇദ്ദേഹം എന്ത് ചെയ്തു, ചെറുതകലയൊരു വിടപി ശിഖരവും അമർന്നവൻ ഒരു ശിഖരത്തിൽ ഇങ്ങനെ അമർന്നിരുന്നിട്ട് ചിന്തിച്ചു കണ്ടാൻ മനസ്സിൽ ഞാൻ എന്നിട്ട് ചിന്തിച്ച് ഞാൻ അങ്ങനെ അറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ, ഇത്രയും ഒരു വലിയ രാജധാനിയായിട്ട് രഹസ്യമായിട്ട് പോകുന്ന തെറ്റല്ലേ എന്ന് കരുതി ഈ രാക്ഷസന്മാരെ ഒന്ന് അറിയിച്ചിട്ട് പോകാമെന്ന് കരുതി. അതുകൊണ്ട് ഒരു ശിഖരത്തിൽ ഒരു മരക്കൊമ്പിൽ ഇങ്ങനെ അമർന്നിരുന്നും കൊണ്ട് ചിന്തിച്ചു മനസ്സിൽ ശ്രമം. പരപുരിയിൽ ഒരു നൃപതി കാര്യാർത്ഥമായി അതിപാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയം ഒരഴിനില ഒഴിഞ്ഞ് സാധിച്ചത് സ്വാമി കാര്യത്തിന് അന്തരമെന്നിയേ. സ്വയം ഇതിനൊരു അഴിനില വേണമല്ലോ, അതുകൊണ്ട് ഇതൊക്കെ സാധിച്ചത് സ്വാമി കാര്യത്തിന് അന്തരമെന്നിയേ. നിജ ഹൃദയ ചതുരതയോട് അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോവാൻ ഉത്തമൻ. എന്തെങ്കിലും ഇങ്ങനെ നിജ ഹൃദയ ചതുരതയോട് അപരം ഒരു കാര്യവും നീതിയോടെ ചെയ്യുന്നതാണ് ഉത്തമന്മാർ. നീതിയോടെ ചെയ്ത് പോകുന്നവൻ ഉത്തമൻ. അതുകൊണ്ട് ഇത് നീതിയായിട്ടൊന്ന് അറിയിച്ചിട്ടാൽ പോലെ അധമനായി പോകും. അതുകൊണ്ട് ഉത്തമന്മാരുടെ ലക്ഷണം. അതിന് മുഹുരാഹം
അഖില നിശിചര കുലേശനെ അൻപോട് കണ്ടു പറഞ്ഞു പോയിരണം. രാവണനെ കണ്ടു പറഞ്ഞിട്ട് പോകണം. അതിന് പെരുവഴിയും ഇത് സുദൃഢം ഇത് ചിന്ത ചെയ്ത് ആരാമമൊക്കെ പൊടിച്ചു തുടങ്ങി. അവരുടെ ഉദ്യാനങ്ങൾ ആരാമൊക്കെ തകർത്ത് പൊടിച്ചു. ഈ സൗണ്ട് കേട്ട് രാത്രിയല്ലയോ എന്ന് സൗണ്ട് കേട്ടെങ്കിൽ അവർ ഇറങ്ങുമല്ല, എന്തോ വിളിച്ചു പറയാൻ പറ്റും. നന്നായി അവിടെ അങ്ങ് തകർത്തു. ആരാമൊക്കെ പൊടിച്ചു തുടങ്ങി. ഞാൻ മിഥില നിർഭമകൾ മരും അതിവിമല ശിംശപാ വൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. സീത ഇരിക്കുന്ന അത് അശോക വൃക്ഷത്തിൻ്റെ മൂട്ടിലല്ല, അതൊഴിച്ച് ബാക്കി മൊത്തവും ഇദ്ദേഹം ഒടിച്ചു പറിച്ച് കളഞ്ഞു. ബാക്കി അവിടെയുള്ള എല്ലാ വൃക്ഷങ്ങളും. നിർഭമകൾ ഇരിക്കുന്നത് മാത്രം മരവും അതിവിമല ശിംശപാ വൃക്ഷം ഒഴിഞ്ഞ് ഉള്ളതൊക്കെ തകർത്തവൻ. കുസുമതല ഫലസഹിത ഗുൽമ വല്ലി തരുകൂട്ടങ്ങൾ പൊട്ടി അലറി വീഴും വിധു. നല്ല നല്ല ചെടികളും വൃക്ഷങ്ങളെല്ലാം പൊട്ടി അലറി വീണു ചടപടാന്ന്. ജനനനാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമോട് അഖില ദിശി കലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും. രജനിച്ചരപുരി ചടുതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഭയമോടത് പൊഴുതു നിശിചരികൾ ഉണർന്നിതു പാർത്ത നേരം കവിവീരനെ കാണായി. രാക്ഷസന്മാരെല്ലാം ഉണർന്ന് നോക്കിയപ്പോൾ എന്താ, ഹനുമാനെ കണ്ട് കവി കുരങ്ങനായിട്ടല്ലേ കാണുന്നത്. ഇവൻ അമിതബല സഹിതൻ ഇടി നികരം ഒച്ചയും, അതായത് ഇടിയുടെ സൗണ്ടും ഒച്ചയൊക്കെ എന്തിനു വന്നതും. ഇവൻ അമിത ബലം സഹിതൻ ഇടി നികരം ഒച്ചയും എന്തിനു വന്നതും. ഇതെങ്ങനെ, ഇതൊരു ജന്തുവാണ്, ഇതെങ്ങനെ വന്നതിന് ഭയങ്കര ഒച്ചയും സൗണ്ടും ഇടിയും മുഴക്കൊക്കെ ആണല്ലോ. സുമുഖി തവ നികടഭുവിൽ നിന്ന് വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയില്ലയോ ചൊല്ലടോ. അത് വന്ന് അവരെല്ലാം സീതയോട് ചോദിക്കുന്നു, ഇതെന്താ, ഇത് ആരാ, ഇത് എന്തിനു വന്നതാന്നൊക്കെ. സീതയ്ക്ക് അറിയാമെന്നും പറഞ്ഞ്. സുമുഖി തവ നികടഭുവി നിന്ന് വിശേഷങ്ങൾ സുന്ദരഗാത്രി ചൊല്ലിയില്ലയോ ചൊല്ലടോ. എന്താ വന്നിങ്ങനെ പറഞ്ഞത് ഈ തവ നികടഭുവി. മനസ്സിൽ ഭയം അധികം ഇവനെ കണ്ടു ഞങ്ങൾക്ക്. മർക്കടാകാരം ധരിച്ചിരിക്കുന്നതും കുരങ്ങൻ്റെ വേഷമാണല്ലോ ഉള്ളത്. നിശി തമസി വരുവതിന് കാരണമെന്തു നീ അറിഞ്ഞില്ലയോ ചൊല്ലുവാൻ ആരടോ. അതായത് ഇവൻ ആരാണ്, ഈ നിശി തമസി ഈ ഇരുട്ടത്ത് ഈ രാത്രിയിൽ വരുവതിന് കാരണം എന്താണ്, നീ അറിഞ്ഞില്ലേ സീത, നീ അറിഞ്ഞില്ലേ, നീ പറയൂ, ചൊല്ലുവാൻ ഇവൻ ആരാണ്. രജനിചര കുലരചിതമായ രജനിചരം ഈ രാക്ഷസകുല രചിത മായകളൊക്കവേ രാത്രിജന്മാർക്കൊഴിഞ്ഞറിയാവതോ. അതായത് സീതയ്ക്ക് ഇതിനെപ്പറ്റി എങ്ങനെ അറിയാം. രാത്രിയഞ്ചരൻ ആരാ, രാക്ഷസന്മാരാ, അവർക്ക് ആ രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയാവൂ. ഞാനെങ്ങനെ അറിയാനാ, സീത രാത്രിയഞ്ചരനല്ല, രാക്ഷസയല്ലല്ലോ. ഇവർക്ക് പൊതുവേ രാത്രിയഞ്ചരൻ ഇട്ടൊക്കെ രാത്രിക്കുന്നവർക്ക് ഭയമില്ല, അവർക്ക് ഇതൊക്കെ. അത് സീത നല്ല മറുപടിയാണ് പറഞ്ഞത്. രജനീശരകുല രചിത മായകളൊക്കെ, ഈ മായയൊക്കെ നിങ്ങൾക്കല്ലേ ഉള്ളത്, അതുകൊണ്ട് രാത്രിയഞ്ചരന്മാർക്ക് ഒഴിഞ്ഞറിയാവതോ, എനിക്കെങ്ങനെ അറിയാൻ പറ്റും, നിങ്ങൾക്കല്ലേ ഇത് അറിയാവൂ എന്ന് സീത മറുപടി പറഞ്ഞു. ഭയം ഇവനെ നികടഭൂമി കണ്ടുമൻ മാനസേ പാരം വളരുന്ന എന്താവതീശ്വര. അവനിമകൾ അവരുടേത് ചൊന്ന നേരത്ത് അവരാശുലങ്കേശ്വരനോട് ചൊല്ലിയിടാൻ. അവനിമകളോട് ചോദിച്ചിട്ടൊന്നും അറിയാൻ വയ്യ, എന്നാൽ ലങ്കേശ്വരോട് ചെന്ന് പറയാം, വിവരം ചെന്ന് രാക്ഷസ രാജാവായ രാവണനോട് അറിയിക്കാം. ഈ സ്ത്രീകൾ പറഞ്ഞു. സ്ത്രീകൾ ഭയന്നിട്ടാ എന്ന് പറയാൻ പോകുന്നത്. ഒരു വിപിനചരൻ അമിതബലൻ അചല സന്നിഭം ഉദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു എന്ന് പറയുക രാവണനോട്. യുദ്ധത്തിന് കരുതി അവൻ അപകട ഭയാകുലം പൊട്ടിച്ചതു ചൈത്യ പ്രാസാദമൊക്കവേ. ഒരു ഭയമില്ലാതെ അവരിതെല്ലാം അവിടെ നശിപ്പിച്ചു. മുസലധരൻ അനിശമത് കാക്കുന്ന അവരെയും മുൽപ്പെട്ട് തച്ചു കൊന്നിടിനാൻ അശ്രമ. അവിടെ മുസലധരൻ അനിശം, ഇത് അവിടെ എല്ലാം കാവൽക്കാരുണ്ട്, അവരെ കൂടെ അവൻ തച്ചു കൊന്നു. മുസലധരൻ എന്തോ തടിയൊക്കെ എടുത്ത് അടിച്ചു കൊന്നെന്ന്. ഭുവന അതിലൊരുവരെയും അവന് ഭയമില്ലഹോ. ഈ നിൽക്കുന്ന കാവൽക്കാരെ ഒന്നും നല്ല ഊറ്റന്മാരാണ്, അവരെ പോലും ഇവന് ഭയമില്ലഹോ. പോയില്ലവൻ അവിടുന്ന് ഇനിയും പ്രഭു അവിടുന്ന് പോയിട്ടില്ല, അവൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അവിടെ എല്ലാം നശിപ്പിക്കുന്നു, അവരെ കൊല്ലുന്നു. ദശവദനി രജനിചരികൾ വചനം കേട്ടു ദന്തശൂകോപം അക്രോധ വിവശനായി. അതായത് രാഹുവിനെ പോലെ ദന്തശൂകോപ അക്രോധ വിവശനായി. ഇവൻ ഇവിടെ നിശി തമസി ഭയമൊഴികെ വന്നവൻ ഏതും എളിയവനല്ലെന്ന് നിർണ്ണയം. ഇവൻ ചെറുതൊന്നും അല്ല, അവൻ അത്ര ഊക്കുള്ളവനാണ്, ഇവൻ വെറും സാധാരണക്കാരനല്ല, ഇവൻ ഭയങ്കരനാണ്. അല്ലെങ്കിലുണ്ടോ ഇങ്ങനെ ആര് പറഞ്ഞു, ഈ രാവണൻ.
അതുകൊണ്ട് നിശിത ശര കുലിശം മുസലാദ്യങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾ പോകാശ് 100,000 വീരന്മാർ, ഒരു 100,000 പേര് നല്ല മുസലങ്ങളൊക്കെ എടുത്ത് അടിയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ചെല്ലൂ. നിശിചര കുലാധിപാജ്ഞാകാരന്മാരതി, അത് ഇദ്ദേഹം ആജ്ഞാപിച്ചതനുസരിച്ച് അവര് നിർഭയം ചെല്ലുന്നത് കണ്ടു മാരുതി. നിശിചര കുലാധിപാജ്ഞാകാരന്മാരാതി, നിർഭയം ചെല്ലുന്നത് കണ്ടു മാരുതി. അപ്പം തടിയും വടിയൊക്കെ ആയിട്ട് എത്രയോ പേര് 100,000 പേര് ചെന്നപ്പോൾ ഹനുമാൻ അത് കണ്ടിട്ട് ശിഖരികുലം ഒടും അവനി മുഴുവൻ ഇളകും വണ്ണം, അവിടെ ശിഖിരകുലം എല്ലാം കുലത്തോടെ അവിടെ എല്ലാം ഇളകുക, അവന് ഭൂമി എല്ലാം മുഴുവൻ ഇളകും വണ്ണം സിംഹനാദം ചെയ്ത് കേട്ടു രാക്ഷസർ. അത്രമാത്രം ഒരു ഭയങ്കര നാദം പുറപ്പെടുവിച്ച് ശിഖരി കുലമൊട്, അതായത് ഈ രാക്ഷസന്മാരുടെ കുലത്തോടെ അവന് ഭൂമി എല്ലാം ഇളകുന്ന വണ്ണമാണ് സിംഹനാദം ചെയ്തത് കേട്ട്. അത് കേട്ടപ്പോൾ രാക്ഷസൻ എന്തോ ചെയ്തു? അപ്പം ആരാ നാദം? സിംഹനാഥ ഹനുമാൻ. അത്രമാത്രം ഭയങ്കര സൗണ്ട് ഉണ്ടാക്കി. അവിടെ ആ കുലം ഒത്തും കിടുങ്ങി ആ ഭൂമിയെല്ലാം ഇളകി മറിയുന്ന വണ്ണം സഭയതര ഹൃദയമത മോഹിച്ചു വീണിതു. രാക്ഷസരെല്ലാം അവിടെ ആ സൗണ്ട് കേട്ടപ്പോൾ എല്ലാം മോഹിച്ചു വീണു. സംഭ്രമത്തോട് അടുത്തിടിനാർ. പിന്നെയും ശിതവിശിക മുഖ നിഖില ശസ്ത്രജാലങ്ങളെ ശീഘ്രം ഉപയോഗിച്ച നേരം കവീന്ദ്രനും മുഹുരുപരി വിരവിനോട് ഉയർന്ന ഇതശ്രമം മുൽഗരം കൊണ്ട് താടിച്ചൊടുക്കിയിടിനാൻ. അങ്ങനെ ഇത് അവരെല്ലാം ശീഘ്രം പ്രയോഗിച്ച നേരം കവീന്ദ്രൻ എന്ത് ചെയ്തു? മുഹുരുപരി വിരവിനോട് ഉയർന്ന്, അത്രമാത്രം അദ്ദേഹത്തിന് എന്തോ ആവുമല്ലോ, ഉയർന്ന് ഇത് അശ്രമം മുൽഗരം കൊണ്ട് താടിച്ചൊടുക്കിനാൻ. നിയുത നിശിചരൻ നിധന നിശമന ദശാന്തരെ. ഇത് വായിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് അത് അക്ഷരം അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് ഇത് വരത്തില്ല. നിയുത നിശിചര നിധന നിശമന ദശാന്തരെ നിർഭരം ക്രുദ്ധിച്ച് നക്തൻ ചരേന്ദ്രനും അഖില ബലപതിവരിൽ ഐവരെ ചെല്ലുക. അത്രമാത്രം പ്രധാനിൽ 5 പേര് ഐവരെ ചെല്ലുക. ഇനിയും ആളുകൾ ചെന്നുകൊണ്ടിരിക്കാൻ യുദ്ധത്തിന് ഹനുമാനുമായിട്ട്. അഖില ബലപതി ഇവരിൽ ഐവരെ ചെല്ലുക. ചെല്ലുകെന്ന് അത്യന്ത രോഷാൽ നിയോഗിച്ചനന്തരം നല്ല ബലവാന്മാരെ 5 പേര് അങ്ങോട്ട് ചെല്ലുക. പരമ രണ നിപുണനോട് എതിർത്ത് പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും ഭവിച്ചിതു. തതനു ദശവദന ഉദിത കൃത തതനു ദശവദന ഉദിത കൃത ചൊല്ലിനാൻ തൽബലം അത്ഭുതം മൽഭയോത്ഭൂതിതം. അതായത് എനിക്ക് പേടിയാക്കുന്നത്, അവർക്കൊക്കെ പേടിയാകുന്നു. തൽബലം അത്ഭുതം മൽഭയോത്ഭൂതിതം. പരിഭവമോട് അമിത ബല സഹിതം അവിച്ചെന്നൊരു പഞ്ചസേനാധിപന്മാർ മരിച്ചിടിനാർ. സേന പോയെല്ലാം മരിക്കുന്നതേ ഉള്ളൂ. ഇവനെ മമ നികടഭുവി ജഡതി സഹജീവനോടങ്ങി ബന്ധിച്ചു കൊണ്ടെന്ന് വച്ചിടുവാൻ മഹിതമതിബല സഹിതം 70 ഒരുമിച്ചുടൻ 70 ചെല്ലാൻ. മന്ത്രിപുത്രന്മാർ പുറപ്പെടുവൻ സ്പൃശം. മന്ത്രിപുത്രന്മാരും അല്ലാതെ ഒരു 70 ചെല്ലാൻ. ചൊന്തരൊക്കെ മരിച്ചു. ദശവദന വചന നിശമന ബല സമന്വിതം ദണ്ഡ മുസല ഖഡ്ഗേഷു ചാപാദികൾ കഠിനതര അലറ് നിജകരം അതിലെടുത്തുടൻ കർപ്പൂരേന്ദ്രന്മാരെടുത്താർ. കവീന്ദ്രനും ഭുവനതലം ഉലയെ മുഹുരലറി മരുവും വിധു ഭൂരിശസ്ത്രം പ്രയോഗിച്ചാർ അനുക്ഷണം. അനിലജനും അവരെ വിരവോട് കൊന്നിടിനാൻ. ആശുലോഹസ്തംഭ താടനത്താലഹോ നിജ സജീവ തനയരും അവരും ഇത് നിജ സജീവ തനയരും 70. ആ പോയവര് 70 പോയല്ലോ. ആദ്യം 5 പോയി, പിന്നെ ഇപ്പോൾ 70 പോയി. നിജ സജിത തനയർ 70 അമിത സൈന്യവും നിർജ്ജര ലോകം ഗമിച്ചത് കേൾക്കയാൽ അവരും അതുപോലെ തന്നെ ഇവിടെ പോയി മരിച്ച് അങ്ങ് പോയി, യമലോകത്തേക്ക് പോയി. അങ്ങനെ പോയവരെല്ലാം തീർന്ന്. മനസ്സിൽ ദശമുഖന് ഒരു താപവും ഭീതിയും. അപ്പോൾ ദശമുഖൻ എന്തോന്നു? വിഷമവും ഭയവും മാനവും ഖേദവും നാണവും തേടിനാൻ. എന്നുവെച്ചാൽ ഒരു രാജകുടുംബം അല്ലയോ, രാക്ഷസരാജാവെന്ന് വെച്ചാൽ ആരാ? അവിടെ ഇത്രയും സൈന്യത്തിനെ വിട്ടപ്പോൾ അവരെല്ലാം മരിച്ചെന്ന് പറഞ്ഞാൽ എന്താ? അത് നാണക്കേടല്ലേ? ഒരാൾ നിന്നും കൊണ്ട് ചെയ്തത്, പൊരുതിയത്. മനസ്സിൽ ദശമുഖന് ഒരു താപവും ഭീതിയും മാനവും ഖേദവും നാണവും തേടിനാൻ. ഇനി ഒരുവൻ ഇവനോട് ജയിപ്പതിനല്ല, മറ്റിങ്ങനെ കണ്ടില്ല മറ്റ് ഞാൻ ആരെയും. ഇനി ഇവനോട് ജയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുത്തരും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല.
ആരെയും ഞാനിത് കണ്ടിട്ടില്ല. ഇവരൊരുവരെതിരിടുകിൽ സുര ജാതികൾ എങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ. ഇവനൊരുത്തനോട് എതിരിട്ടാൽ ഇവിടെ ദേവന്മാരും നിൽക്കത്തില്ല, അസുരന്മാരും കാണത്തില്ല, അസുര ജാതികളോ എങ്ങുമേ നിൽക്കുമാറില്ല ഈ ജഗത്തകത്ത് ആരും കാണത്തില്ല. ദേവന്മാരും ഇല്ല, പിന്നെ അസുരന്മാരും ഇല്ല. അത്രമാത്രം ഭയങ്കരനാണ് ഈ ഒരു ജാതി ഹനുമാൻ. ആര് വരുന്നു? രാവണൻ. അവർ പലരും ഒരു കവിയോട് ഏറ്റു മരിച്ചതങ്ങ് അയ്യോ സുഹൃതം നശിച്ചതു മാമകം. പലവുമിതി കരുതിയൊരു പരവശത കൈക്കൊണ്ട് പാരം തളർന്നൊരു താതനോടാതരാൽ. താതനോട് ആര് പറയുന്നു? ഒരു മകൻ വിനയമൊഴ തൊഴുത് ഇളയ മകൻ ഉര ചെയ്തു. അപ്പം ഇളയ മകൻ രാവണനോട് പറയുന്നു, വിനയമോട് തൊഴുത് ഇളയ മകനും ഉര ചെയ്തു. വീരപുംസാമിതം യോഗ്യമല്ലേതുമേ അലമലം ഇതറിയില്ല അനുചിതം അഖില ആത്മഖേദം ധൈര്യ ശൗര്യ തേജോഹരം അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവനെന്ന അക്ഷകുമാരൻ നിർഗമിച്ചിടാൻ. ഏതോ ഒരുത്തനുണ്ട്, അയാളുടെ മകൻ ഭയങ്കരന. അരിവരൻ എന്ന് പറഞ്ഞ ഒരു മകൻ, ഇളയ മകൻ പറയുന്നു, പെട്ടെന്ന് തന്നെ അരിവരനെ വരുത്തൂ, ഇവനോട് ജയിക്കണമെങ്കിൽ അതേ പറ്റൂ, നിമിഷം തന്നെ ഇവിടെ കൊണ്ടുവരണം. അക്ഷകുമാരനാണ് ഈ പറയുന്നത്, അതായത് രാവണനോട് പറയുന്നു. അക്ഷകുമാരന് നിർഗമിച്ചിടിനാൻ കവിവരനും അത് പൊഴുത് തോരണമേറിനാൻ കാണായത് അക്ഷകുമാരനെ സന്നിധു. പെട്ടെന്ന് തന്നെ അക്ഷകുമാരനെ കണ്ടു. ആര് കണ്ടു? കവിവരൻ. ശരനികര സകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനും അതുനേരം. ശരനികര സകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനും അതുനേരം. മുനിവിനോട് ഗഗനഭുവി നിന്നു താണാശുതൻ മൂർധനി മുഗ്ഗരം കൊണ്ടെറിഞ്ഞിടിനാൻ. ശമനപുരി വിരവനോട് ചെന്ന് പൊക്കിയിടിനാൻ. ശക്തനാ അക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരിവു നിശിചരാധിപൻ രാവണൻ വൃത്താന്തം ആഹന്ത കേട്ടു ദുഃഖാർത്ഥനായി. അമരപതേ ജിതം അമിത ബലസഹിതം ആത്മഖേദത്തോടണച്ചു ചൊല്ലിടിനാൻ. പ്രിയതനയ ശൃണു വചനമികതവ സഹോദരൻ പ്രേതാധിപാലയം ബുക്കിതു കേട്ടിയിലെ. ഒരു സഹോദരൻ പ്രേതാലത്തിലേക്ക് മരിച്ചുപോയി. മമസുതനെ രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലയത്തിന് അയച്ചിടുവാൻ ത്വരിതം അഹം അതുല ബലമോട് പോയിടുവൻ കനിഷ്ഠോദകം പിന്നെ നൽകിയിടുവൻ. അതുകൊണ്ട് പറഞ്ഞു, ഈ മരിച്ചവന് വേണ്ടുന്ന പിന്നെ അനുജന്റെ ഉദകത്തിലേക്ക് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം ചെന്ന് ഹനുമാനെ വധിക്കൂ, രണശിരസി കൊന്ന കവീന്ദ്രനെ മാർത്താണ്ഡജാലത്ത്, അതായത് യമലോകത്തേക്ക് പറഞ്ഞു വിടണം. അതുകൊണ്ട് നീ പെട്ടെന്ന് ചെല്ലും. മകൻ്റെ ഒരാൾ മരിച്ചതിൻ്റെ ഉദകത്തിലേക്ക് നമുക്ക് പിന്നെ ചെയ്യാം. ഹനുമൽ ബന്ധന, അങ്ങനെ ഹനുമാനെ ബന്ധിക്കുന്നതാണ് ഇനി. ഇത് ജനകവചന അലിവോട് കേട്ടാതരാൽ ഇന്ദ്രജിത്തും പറഞ്ഞിടാൻ തക്ഷണേ ത്യജ മനസ്സ് ജനക തവ ശോകം മഹാമതേ. മനസ്സിന് വിഷമമൊക്കെ കളയൂ, തീർത്തുകൊള്ളുവൻ ഞാൻ പരിഭവമൊക്കെ സമാധാനിക്കൂ, ഞാൻ ഇവനെ തീർക്കാം. മരണവിരഹിതൻ അവൻ, അതിനില്ല സംശയം. അവൻ മരിച്ചിരിക്കും, ഞാൻ കൊല്ലാം. മറ്റൊരുത്തൻ ബലാൽ അത്ര വന്നിടുമോ ഭയം, അവനും മരണകൃതമില്ലെന്ന് കാണെങ്കിൽ ഞാൻ അവന് അഥവാ മരണം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മരണം പറഞ്ഞിട്ടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രഹ്മാശ്രമേത് ബന്ധിച്ചു കൊണ്ടിടുവൻ, അതേ നടക്കൂ. മരണം പറഞ്ഞിട്ടില്ല ഹനുമാന്, ചിരഞ്ജീവിയാ, അതിനുള്ള വരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ കെട്ടിക്കൊണ്ട് ബന്ധിച്ചു കൊണ്ടുവരാം. ഭുവനതലം അഖില അരവിന്ദോത്ഭവ ആദിയാം പൂർവ്വദേവാരികൾ തന്ന വരത്തിനാൽ എനിക്ക് നല്ല വരമുണ്ട്, ഞാൻ അവനെ ബന്ധിച്ചു കൊണ്ടുവരാം. ബലമഥനം അഭിയുധി ജയിച്ച നമ്മോട്, അതായത് ഇന്ദ്രനെ പോലും ജയിച്ചതാണ് ഈ ഇന്ദ്രജിത്ത്, അതാണ് ഇന്ദ്രജിത്ത് എന്ന പേര് വന്നത്. ബലമഥനം അഭിയുധി ജയിച്ച നമ്മോടൊരു വാനരൻ വന്നെതിരിട്ടതു അത്ഭുതം. ഇതൊരു അത്ഭുതം തന്നെയാണ്. അത് കരുതും അളവിലിഹ നാണമാം എത്രയും ഹന്തും അശക്യോപി ഞാൻ അവിളംബിതം കൃതിഭിരവി ചന്മനാഭി വാ കൃത്രേണ ഞാൻ തൊൽ സമീപേ വരുത്തുവൻ. അതായത് ധർമ്മമോ അധർമ്മമോ കള്ളമോ ചെയ്ത്, ധർമ്മം കൊണ്ടായാലോ അതിനെ പറ്റില്ല, ഞാൻ അധർമ്മം കൊണ്ടോ അതല്ലെങ്കിൽ ഞാൻ കള്ളം ചെയ്തെങ്കിൽ അവനെ ഞാൻ കെട്ടിയിടും. അതാണ് നേരായ മാർഗത്തിലൂടെ കിട്ടിയില്ലെങ്കിൽ, അല്ലാതെ ഞാൻ എന്തോ കപടം ചെയ്തെങ്കിലും ഇത് അവൻ്റെ സമീപം ഞാൻ വരുത്തുവൻ. സപതി വിപതുപഗതമിഹ പ്രമദാകൃതം, സപതി വിപതുപഗതമിഹ പ്രമദാകൃതം. ഇതൊക്കെ വായിക്കാൻ
എന്നെ കൊണ്ട് വയസ്സാണ്, എനിക്ക് 71 വയസ്സ് ഈ ആഗസ്റ്റ് 16-ലാവും. അപ്പോൾ അതുകൊണ്ടാണ് നാക്കെന്ന് അക്ഷരങ്ങൾ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ പറ്റൂ ഏറ്റുപിടിച്ച് തന്നെ ഞാൻ ചിന്തിക്കും ഇപ്പം. അതുകൊണ്ട് സപതി ഉപഗതമിഹ പ്രമദാകൃതം സമ്പൽ വിനാശകരം പരം നിർണയം സസുഖമിഹ നിവസമയി ജീവിതത്വം. അല്ലെ പതുക്കെ വായിക്കണം, അതിന് സമയം പോവും. സസുഖമിഹ നിവസമയി ജീവതിത്വം വൃഥാ കരുതുമാം. ഇത് ജനകനോട് നയഹിതങ്ങൾ സൂചിച്ചുടൻ ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. രഥകവച വിശിഖ ധനുരാദികൾ കൈക്കൊണ്ട് രാമദൂതം ജേതുമാശു ചെന്നിടിനാൻ. ഗരുഡ നിഭനത ഗഗനം ഉൽപ്പതിച്ചിടിനാൻ. ഗർജനപൂർവകം മാരുതി വീര്യവാൻ. ബഹുമതിയും അകതളിരിൽ വന്നു പരസ്പരം ബാഹുബല വീര്യവേഗങ്ങൾ കാണുകയാൽ പവനസുത ശിരസി ശരം 5 കൊണ്ട് ഇതിതു പാകാരിജിത്തായ പഞ്ചാസ വിക്രമൻ. പവനന്റെ ശിരസിൽ 5 ശരങ്ങൾ കൊണ്ട് പാകാരിജിത്തായ പഞ്ചാസ വിക്രമൻ. അത സപതിഹൃതി വിശികം 8 കൊണ്ട് ഇത് മറ്റാറാറു ബാണം പാദങ്ങളിലും തഥാ ഇഷ്ടംപോലെ കൊണ്ട്. ക്ഷിതി വിശിഖം അധികതരം 1 വാൽ മേലെയ്തു വാലിലും ഒന്നെയ്തു. സിംഹനാദേന പ്രപഞ്ചം കുലുക്കിനാൻ. തതനു കപികുല തിലകൻ അമ്പു കൊണ്ടാർത്തനായി സംവേന സൂതനെ കൊന്നിതു സത്വരം. തതന് കപികുല തിലകൻ അമ്പ് കൊണ്ടാർത്തനായി സ്തംഭേന സൂതനെ കൊന്നിതു സത്വരം. തുരകയുധ രഥവും അഥ ചടുതി പൊടിയാക്കിനാൻ. ദൂരത്തു ചാടിനാൻ മേഘനിദാതനും. അപരമൊരു രഥം അധിക വിധത ഉടനേറി വന്ന അസ്ത്രശസ്ത്രൗഖ വരിഷം തുടങ്ങിനാൻ. രുഷിതമതി ദശവദനതനയ ശരപാതേന രോമങ്ങൾ നന്നാലു കീറി കവീന്ദ്രനും. അതിനും ഒരു കെടുതി അവനില്ലെന്ന് കാണുകയാൽ അംഭോജ സംഭവ ബാണം എഴുതിയിടിനാൻ. ഒന്നുകൊണ്ട് മരിക്കുന്നില്ലെന്നായപ്പോൾ അംഭോജ സംഭവ ബാണം എയ്തു. അനിലജനും അതിനെ ബഹുമതിയോട് ഉടൻ ആദരിച്ച് ആഹന്ത മോഹിച്ചു വീണതു ഭൂതലെ. അംബോജ സംഭവ ബാണം ഭഗവാന്റെ അല്ലയോ, അപ്പോൾ അതിന് ആദരിച്ചു ഹനുമാൻ. ആരോ എയ്തോട്ടെ, പക്ഷേ അത് ആരുടെയെന്ന് ഓർത്ത് ഹനുമാൻ അതിനെ നമസ്കരിച്ചു. അത് ബഹുമതിയോട് ആദരിച്ച് ആഹന്ത മോഹിച്ചെന്നിട്ട് മോഹം കെട്ട് വീണു. പൂതലെ ദശവദന സുതൻ അനിലതനയനെ നിബന്ധിച്ചു തൻ പിതാവിൻ മുമ്പിൽ വച്ചു വണങ്ങിനാൻ. ബന്ധിച്ചു കൊണ്ടുപോയി. പവനജനും മനസ്സിയൊരു പീഡയുണ്ടായില്ല. ഹനുമാൻ ഒരു വിഷമവും ഉണ്ടായില്ല. പണ്ടു ദേവന്മാർ കൊടുത്ത വരത്തിനാൽ ഒരു വിഷമവും ക്ഷീണം കാണിക്കുന്നതാ. പക്ഷേ വിഷമമൊന്നുമില്ല. ഒരു വരം ഉള്ളതുകൊണ്ട് മരിക്കത്തുമില്ല. പണ്ട് ദേവന്മാർ കൊടുത്ത ത്രിമൂർത്തികളും കൊടുത്ത വരമാണ്. കൊടുത്ത വരത്തിനാൽ നളിനതല നേത്രനാൻ രാമൻ തിരുവടി നാമാമൃതം ജപിച്ചിടും ജനം സദാ. ഭഗവാൻ നളിനതല നേത്രൻ രാമൻ തിരുവടിയുടെ നാമാമൃതം ജപിച്ചിടും ജനം സദാ. അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായ അജ്ഞാന കർമ്മകൃതബന്ധനം ക്ഷണാൽ സുചിര വിരചിതം വിമുച്ച ഹരിപദം സുസ്ഥിരം പറാപിക്കുമില്ലൊരു സംശയം. അതായത് വളരെ പഴയതാണെങ്കിലും പോലും മുക്തി നേടും, മോക്ഷം ഒക്കെ നമ്മൾ ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ നമുക്കെല്ലാം സുസ്ഥിരം പ്രാപിക്കുമില്ലൊരു സംശയം. ഹരിപദം ഭഗവാന്റെ പാദത്തിൽ ചെന്ന് ചേരാം. രഘു തിലക ചരണയുഗം അകതളിൽ വച്ചൊരു രാമദൂതന്റെ ബന്ധം ഭവിച്ചിടുമ്പോൾ ഉള്ളിൽ ആരെ ആക്കിയേക്കുന്നേ? പരമാത്മാവായ ശ്രീരാമനെ ഹനുമാന്റെ ഉള്ളിലുണ്ട്. അത് രഘു തിലക ചരണയുഗം അകതളിൽ വച്ചൊരു രാമദൂതന്, അതായത് ഹനുമാന് ബന്ധം ഹനുമാന് എവിടെ രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? മരണജനിമയ വികൃതി ബന്ധമില്ലാത്തവർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം? അവിടെ മരണവും ജനനവും ഇല്ലാത്ത ഒരാളാണ് ഈ ഹനുമാൻ. അതിന് എന്ത് ബന്ധമാണ്? ഇവിടെ ഈ ഭൂമി നടക്കുന്ന ബന്ധം എന്താ? ഒന്നുമല്ല, ഒരു പ്രശ്നവുമല്ല. ഹനുമാന് മരണജനനങ്ങളൊന്നും തന്നെ ഇല്ല, ചിരഞ്ജീവിയാണ്. അതുകൊണ്ട് മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം? ഒരു സങ്കടവും ഇല്ല. കപടമതി കലിത കരചരണ വിവശത്വവും കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം. അതായത് കള്ളത്തരത്തിൽ കരചരണം, കാലും കൈയും വിവശത്തോടെ എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ അവിടെ പിതാവിൻ്റെ ഒക്കെ കൊണ്ട് കൊടുക്കണ്ടേ, കെട്ടിട്ടേക്കൊല്ലേ ബന്ധനത്തിൽ അസ്ത്രം കൊണ്ട്. അപ്പോൾ ക്ഷീണം വന്ന് കാലും കൈ അനങ്ങാത്തണക്ക് ഇതിനം കിടന്നു. എന്തിനാ? കപടമതി കലിത കരചരണ വിവശത, കള്ളത്തരത്തിൽ ആവാത്തതുപോലെ അഭിനയിച്ചു കാട്ടിക്കിടന്നു കൊടുത്തോരനന്തരം.
പലരും അതികുതുകമോട് നിശിചരരണഞ്ഞുടൻ അത് ഇത് ഇങ്ങനെ ആ ബന്ധനത്തിനാക്കി. എന്നിട്ട് അവിടെ ഉള്ളവരെല്ലാവരും അത്ഭുതത്തോടാണ്, ഇതുവരെ നടത്തക്കാത്തൊരു സംഭവമല്ലേ. എല്ലാവരും വന്ന് എല്ലാ രാഷ്ട്രന്മാരും വന്ന് അണഞ്ഞു നോക്കുന്നു. എല്ലാവരും വന്ന് പലരും കുതുകമുണ്ട്, അവർക്ക് സന്തോഷം. എന്താ ഇത് അത്ഭുതമായിട്ട്. നിശിചരരെല്ലാം അവിടെ ചെന്നു അണഞ്ഞുടാൻ. പാശഖണ്ഡേനെ ബന്ധിച്ച്, അത് കാരണം ഇങ്ങനെ ബന്ധിച്ച് കിടക്കുന്നതുകൊണ്ട്. ബലമിയലും അമരരിപു കെട്ടിക്കിടന്നഴും ബ്രഹ്മാസ്ത്ര ബന്ധനം വേർപെട്ടിതപ്പോഴേ വ്യഥയും അവൻ അകതളിലില്ല എന്നാകിലും ഒരു വിഷമവും അവൻ്റെ ഉള്ളിലില്ല. ബദ്ധനെന്നുള്ള ഭാവം കളഞ്ഞീലവൻ, എന്നാലും ഞാൻ ബദ്ധനാണ്, വിഷമമുണ്ട്, ക്ഷീണമുണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. നിശിചരർ എടുത്തുകൊണ്ട് ആർത്തു പോകും ഇതോ, അതുകൊണ്ട് അവരെടുത്തുകൊണ്ട് പോയി. രാക്ഷസന്മാരെ എടുത്തുകൊണ്ട് പോയി. നിശ്ചലനായി കിടന്നാൻ ഗൗരവൽ. അദ്ദേഹം നിശ്ചലനായി വെറുതെ കിടന്നു സുഖമായിട്ട് അയാളെടുക്ക എന്തായാലും കൊണ്ട് ആക്കും. അപ്പോൾ നടക്കുകയും വേണ്ട, നന്നായിട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോയി. അങ്ങനെ നിശ്ചലനായി കിടന്നാൻ ഗൗരവാൽ അനിലജനെ നിശിചര കുലാധിപൻ മുമ്പിൽ വച്ച ആതിഥയാധിപാരാതി ചൊല്ലിയിടിനാൻ. അമിത നിശിചരവരരെ രണശിരസി കൊന്നവൻ ആശു വിരിഞ്ചാസ്ത്രബദ്ധനായിടിനാൻ. ജനകാതവ മനസ്സ് സജീവന്മാരുമായി നീ ചെമ്മേ വിചാര്യകാര്യം നീ വിധീയതാം. പ്ലവകുലവരൻ അറിയ വിചാരി. അതെന്താണ് അപ്പോൾ ഈ ഇന്ദ്രത്ത് ഹനുമനെ കൊണ്ട് അവിടെ ചെന്നിട്ട് വിരിഞ്ചാസ്ത്ര ബദ്ധനായി കൊണ്ട് ചെന്ന്, ബ്രഹ്മാസ്ത്രമാണല്ലോ പിന്നെ ബ്രഹ്മദേവൻ്റെ, ആ ജനകതവ മനസ്സിൽ സജീവന്മാരുമായി ഇനി ചെമ്മി വിചാരകാര്യം നീ വിധീയത. ഇനി നമുക്ക് ആലോചിച്ചിട്ട് കൽപ്പിച്ചാലും ഇനി എന്ത് ചെയ്യണം. ആരാണ് നിശ്ചയിക്കുന്നത്? രാവണൻ. അവനിൽ രാജാവ് ബന്ധനസ്ഥനായി കൊണ്ട് അവൻ്റെ മുമ്പിൽ വെച്ചു, പിതാവിൻ്റെ മുമ്പിൽ. എന്നിട്ട് ഇനി തവ മനസ്സിൽ ജനക പിതാവിൻ്റെ മനസ്സിൽ എന്താണ് ചെയ്യേണ്ടുന്നത് ചെമ്മ വിചാരിച്ച് എന്താണെന്ന് മനസ്സിൽ കണ്ടിട്ട് കാര്യം നമുക്കങ്ങനെ ആലോചിച്ച് ചെയ്യാം. അങ്ങനെ നീ വിധീയതാം. പ്ലവക കുലവരൻ അറിയ സാമാന്യനല്ലിവൻ. ഇവൻ സാമാന്യക്കാരനൊന്നും അല്ല, പ്രത്യർത്ഥി വർഗത്തിനെല്ലാം ഒരു അന്തകൻ. ഇത് ശത്രുക്കൾക്കെല്ലാം ഒരു അന്തകനാണ് എന്നവർ മനസ്സിലാക്കി. ഹനുമാൻ അത്രമാത്രം ശക്തി, ആരെയും എന്തും ചെയ്യാൻ മടിക്കാത്തതുകൊണ്ട്. കാരണം മരിച്ചതും ഇല്ലല്ലോ, അപ്പോഴും ശക്തി പ്രാവശ്യരിക്കല്ലേ, അഭിനയിച്ചില്ലേ, കാലും കൈക്ക് തളർച്ചയുണ്ടെന്ന് കാണിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അവിടെ എടുത്തുകൊണ്ട് ഇതാക്കിയിട്ട് പറയും ഇവനൊരു അസാധ്യമാണ്, സാധാരണക്കാരനൊന്നും അല്ല, ഇവൻ ശത്രുക്കൾക്കെല്ലാം ഒരു അന്തകൻ തന്നെ എന്ന് പറഞ്ഞ് നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ദിവസം വായിക്കാം ബാക്കി. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരിവും ഹരിവും ഹരിവും. ഒത്തിരി സമയം എടുത്തു മക്കളെ, ഒത്തിരി പറഞ്ഞോളൂ, അല്ലെങ്കിൽ എനിക്ക് അരമണിക്കൂർ കൊണ്ട് നിർത്താമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒട്ടും അറിയാതെ വായിച്ചിട്ട് ഇനി എന്തോ ചെയ്യാൻ, അതുകൊണ്ടങ്ങ് പറഞ്ഞ എല്ലാവരും കാണുക. ഒക്കെ കണക്ക്.